السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله وبعد. اللهم ربي يسر ولا تعسر، ربي زدني علما وحلما وفهما وعقلا وأدبا كاملا، رب انتم بالخير والسعادة. ربنا عليك توكلنا وإليك نبنا وإليك المصير، ولا حول ولا قوة إلا بالله العلي العظيم. حسنت نفسي بالحي القيوم الذي لا يموت أبدا، ودفعت عني السوء بألف ألف، لا حول ولا قوة إلا بالله العلي العظيم. راحة الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാധുക്കളായ നമ്മെ അവൻ കബൂലാക്കട്ടെ. ഈ മജ്ലിസ് അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരട്ടെ. സദുദ്ദേശങ്ങളെല്ലാം അല്ലാഹു നിറവേറ്റി തരട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫാഉം സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ശൈഖുനാ ശൈഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദ് അല്ലാഹു ദറജകൾ ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ നമ്മുടെ ഉസ്താദുമാർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, ദറജകൾ ഉയർത്തട്ടെ. ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഇൽമിനെ ബറക്കത്ത് ചെയ്യട്ടെ. അതുപോലെ നമ്മളെല്ലാ കാര്യങ്ങളും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. ഖുർആന്റെ അഹ്ലുകാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മഹാന്മാരാകുന്ന അസ്ഹാബുൽ കഹ്ഫിന്റെ മദദ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സൂറത്തുൽ കഹ്ഫിന്റെ 6ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്ന്. കഴിഞ്ഞ ആഴ്ച എന്താ പറഞ്ഞു വെച്ച്, കഴിഞ്ഞ ആഴ്ച നമ്മൾ ലാസ്റ്റ് എന്താ പറഞ്ഞ്, അസ്ഹാബുൽ കഹ്ഫ് അവരിൽ നിന്ന് ആ നാട് വിട്ടുപോകണം. അഫ്സൂസ് പട്ടണം വിട്ട് എന്ത് ചെയ്യാണ്, ഗുഹയിൽ അഭയം പ്രാപിക്കണം. അപ്പോ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചെന്ന് വെച്ചാല് ഉസ്ലത്തിനെ സംബന്ധിച്ച് ഏകാന്തവാസം. ഒരു മനുഷ്യന്റെ ദീന് ഫിത്തനയാകുമ്പോ എന്ത് ചെയ്യാം, നാടും കുടുംബമൊക്കെ വിട്ട് അവന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി എവിടേക്കിടക്ക് എന്ത് ചെയ്യാം, പോകാം. അതും എന്ത് ചെയ്യുന്നുണ്ട്, ശറഅ് അനുവദിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത് അല്ലെ. ഇനി അടുത്ത ആയത്ത് മുതൽ ആയത്ത് 16ാമത്തെ ആയത്ത് മുതലാണ് പറയാനുള്ളത്. ആയത്ത് 16. എല്ലാവരുടെ കയ്യിലും മുസ്ഹഫ് വേണം, നോക്കാൻ സംവിധാനം വേണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة منه ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا وتحسبهم أيقاظا وهم رقود ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد لو اطلعت عليهم لوليت منهم فرارا ولملئت منهم رعبا. صدق الله مولانا العظيم. അതുവരെ പറഞ്ഞ് പൂർത്തിയാക്കണം ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
وإذ اعتزلتموهم وما يعبدون إلا الله فأووا إلى الكهف ينشر لكم ربكم من رحمته ويهيئ لكم من أمركم مرفقا وإذ اعتزلتموهم നിങ്ങൾ അവരെ ഒഴിവാക്കിയ സ്ഥിതിക്ക് വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ് അല്ലാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെയും നിങ്ങൾ ഒഴിവാക്കിയ സ്ഥിതിക്ക് നിങ്ങൾ അഭയം പ്രാപിക്കൂ ഇലൽ കഹ്ഫി ഗുഹയിലേക്ക് അഭയം പ്രാപിക്കൂ യൻസുർ ലക്കും റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ചൊരിഞ്ഞു തരും അല്ലാഹു നിങ്ങൾക്ക് നൽകും മിർ റഹ്മതിഹി അവന്റെ കാരുണ്യത്തിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരും വയുഹയ്യിലക്കും അവൻ നിങ്ങൾക്ക് തയ്യാറാക്കി തരും സജ്ജമാക്കി തരും മിൻ അംരിക്കും മിർഫക്കൻ നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ കാര്യത്തെ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തരികയും ചെയ്യും എന്നാണ് ആയത്തിന്റെ വാക്കർത്ഥം وإذ اعتزلتموهم أي وإذا فارقتموهم وخالفتموهم بأديانكم وإذ اعتزلتموهم നിങ്ങൾ അവരെ ഒഴിവാക്കിയ സ്ഥിതിക്ക് ഹും അവരെ ആരെ നിങ്ങളുടെ കുടുംബക്കാരി നാട്ടുകാരൊക്കെ നിങ്ങൾ ഒഴിവാക്കിയല്ലോ കാരണം അവരുമായുള്ള ബന്ധം നിങ്ങൾ എന്ത് ചെയ്തു വിച്ഛേദിച്ചു അതുപോലെ അള്ളാഹുവിനെ അല്ലാതെ അവർ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ നിങ്ങൾ ആരാധിക്കൂലെന്നും നിങ്ങൾ തീരുമാനിച്ചു അതൊക്കെ ഒഴിവാക്കി ഒന്നും വേണ്ട എന്നാണ് നിങ്ങളുടെ തീരുമാനം ആ സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഇന്നിവിടെ എവിടെ നിൽക്കാൻ പാകല്ലോ നാട്ടുകാരൊക്കെ ഒഴിവാക്കി നാട്ടുകാരെയും കുടുംബക്കാരൊക്കെ ഒഴിവാക്കിയ സ്ഥിതിക്ക് നീ എന്ത് ചെയ്യണം നിങ്ങൾ ഗുഹയിൽ അഭയം പ്രാപിക്കണം ഇത് അക്കൂട്ടത്തിലെ ഒരാൾ അവരോട് പറഞ്ഞതാണ് അസ്ഹാബുൽ കഹഫിന്റെ കൂട്ടത്തിലെ ഒരാൾ എന്ത് ചെയ്യാണ് നമ്മളിപ്പോ എന്താ ചെയ്യാ ആ ഒരു ശൈലി ഉണ്ടല്ലോ നമ്മളിപ്പോ എന്താ ചെയ്യാ അവരൊക്കെ നമ്മൾ ഒഴിവാക്കിയില്ലേ ഒഴിവാക്കിയ സ്ഥിതിക്ക് നമുക്കിനി എന്ത് ചെയ്യാം നമ്മുടെ കുറച്ചപ്പുറത്ത് എഞ്ചലൂസ് എന്നൊരു പർവ്വതമുണ്ട് ആ പർവ്വതത്തിനൊരു ഗുഹയുണ്ട് എൻ്റെ പിതാവ് അവിടെ ആടുകളെ മേക്കാൻ പോകാറുണ്ട് അങ്ങനെ ദിവസങ്ങളോളം പിതാവോടെ താമസിക്കാറുണ്ട് അപ്പൊ ആ ഗുഹയെ സംബന്ധിച്ച് എനിക്കറിയാം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇനി ആ ഗുഹയിൽ അഭയം പ്രാപിക്കാം എന്നാണ് പറയുന്നത് മനസ്സിലായോ ഇവിടെ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ തഫ്സീർ കൊടുക്കുന്നു നിങ്ങൾ അവരുടെ ആശയവുമായി ആദർശവുമായി നിങ്ങൾ വേർപിരിഞ്ഞ സ്ഥിതിക്ക് ഫാരിഖൂഹും മൈലംബി അബ്ദാനിക്കും നിങ്ങൾ ശരീരം കൊണ്ടും അവരെന്ത് ചെയ്യണം ഇനി ഇവിടെ നിൽക്കാൻ കഴിയില്ല ഈ പിന്നെ അഫ്സൂസ് പട്ടണത്തിൽ നിങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഈ വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല ഇവിടെ നിൽക്കാൻ കഴിയില്ല കാരണം ആ രാജാവ് നിങ്ങൾ എന്ത് ചെയ്യും അത് വധിച്ചു കളയും അല്ലെങ്കിൽ അവർ നിങ്ങളെ മതപരിവർത്തനം നടത്തിപ്പിക്കും ഈ വിശ്വാസത്തോട് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം ഈ നാട്ടിൽ നിന്ന് ശരീരം കൊണ്ട് തന്നെ ഇവിടുന്ന് എന്ത് ചെയ്യണം പോകണം എന്നാണ് ആ പറഞ്ഞത് ഈ ആയത്തിൽ വലിയൊരു ആശയമുണ്ട് മഹാനായ അബു സഊദ് റഹിമഹുല്ലാ പറയുന്നു ഹുവ ദലീലുൻ അലാ ജവാബിഹി ഈ ആയത്ത് തെളിവാണ് എന്ത് ഇദഅ്തസൽതുമൂഹും ഇഅ്തിസാറൻ ഇഅ്തിഖാദിയൻ ഫഅ്തസിലൂഹും ഇഅ്തിസാറൻ ജുസ്മാനിയൻ ആദർശപരമായി ആശയപരമായി ഒരു സമൂഹത്തോട് നമുക്ക് യോജിപ്പില്ലെങ്കിൽ അവരോട് ഫിസിക്കലി ശരീരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അവരിൽ നിന്ന് മാറി നിൽക്കണം എന്നൊരു ആശയം ഇപ്പോ വൈകല്യമുള്ള ഒരു വിഭാഗം ആ അവരുടെ വിശ്വാസത്തോട് നമുക്ക് എന്തില്ല യോജിപ്പില്ല നമുക്ക് ചേർന്ന് പോകാൻ കഴിയില്ല എന്നാൽ അവരുമായി ഫിസിക്കലി നമ്മളൊരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം സൂക്ഷിക്കണം ഒരു ഗ്യാപ്പ് ഇടണം എന്നാണ് ആ ആയത്തിന്റെ താല്പര്യമെന്ന് അബു സഊദ് റഹിമഹുല്ലാ ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഈ എത്തിസ്റ്റുകളൊക്കെ ഉണ്ട് എന്താ പറയാ മതനിരീശ്വരവാദികളൊക്കെ ഉണ്ട് അല്ലല്ല എന്നൊക്കെ പറയണേ അങ്ങനെ വിശ്വാസത്തിന് വൈകല്യം ബാധിച്ച ഏത് വിഭാഗമുണ്ടോ അവരുമായി ആദർശപരമായി ആശയപരമായി നമുക്ക് യോജിച്ചു പോകാൻ കഴിയില്ലെങ്കിൽ അവരോട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഫിസിക്കലി ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം കീപ്പ് ചെയ്യണം എന്നത് ഈ ആയത്ത് തെളിവാണ് എന്ന് മഹാനായ അബു സഊദ് റഹിമഹുല്ലാ എന്ത് ചെയ്യുന്നുണ്ട്
അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിലേക്ക് നമ്മളും എന്ത് ചെയ്യും? ക്രമേണ ചേർന്ന് പോകും എന്നതാണ് അതിന് കാരണം പറയുന്നത്. അപ്പോ അതാണ് ഈ ആയത്തില് അസ്ഹാബുൽ കഹ്ഫ് തന്നെ പറയണത്, ഇനി നമ്മൾ ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. ഇവരൊക്കെ ഒഴിവാക്കിയ സ്ഥിതിക്ക് നാട്ടിൽ നിന്നാൽ രണ്ട് കാര്യങ്ങളെ സംഭവിക്കാം. ഒന്നില്ലെങ്കിൽ അവർ നമ്മളെ വധിച്ചു കളയും, നമ്മുടെ വിശ്വാസം ഉറച്ചിക്കുകയാണെങ്കിൽ. അതല്ല, നമ്മൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവരുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ മാറേണ്ടി വരും. നമുക്ക് നമ്മുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യണം? ശരീരം കൊണ്ട് തന്നെ ഇവിടുന്ന് നമ്മൾ നാട് വിട്ടു പോകണം എന്നാണ് പറയുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ തീരുമാനിച്ച സ്ഥിതിക്ക് നിങ്ങൾ ഗുഹയിലേക്ക് അഭയം പ്രാപിക്കൂ. എന്നാൽ യൻസുർലക്കും റബ്ബുക്കും റഹ്മത്തിഹി, അല്ലാഹു അവന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അല്ലാഹു വർഷിപ്പിച്ചു തരും. അല്ല കൈവിടൂല എന്നർത്ഥം. യബ്സുതു അലൈക്കും റഹ്മത്തൻ യസ്തുറുക്കും ബിഹാ മിൻ ഖൗമിക്കും, നിങ്ങളുടെ കൗമിൽ നിന്ന് അവർ നിങ്ങളെ മറച്ചു വെക്കുന്ന രൂപത്തിൽ അല്ലാഹു നിങ്ങൾക്ക് എന്ത് ചെയ്യും? കരുണ ചെയ്യും. അതാണ് സംഭവിച്ചതും. വയുഹയ്യിലക്കും മിൻ അംരിക്കും എന്ന് പറഞ്ഞാൽ അല്ലദീ അൻതും ഫീഹി മിർഫഖൻ ഐ അംറൻ തർതഫിഖൂന ഫീഹി, നിങ്ങൾക്ക് ഏറ്റവും സുഖകരമായ കാര്യം എന്താണോ, എളുപ്പമായ കാര്യം എന്താണോ, അതിലേക്ക് അല്ലാഹു നിങ്ങൾക്ക് വഴി തുറന്നു തരും. അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് അല്ലാഹു എന്ത് ചെയ്യും? തുറന്നു തരും. അല്ലാഹു കൈവിടൂല എന്ന്. ആ സ്ഥിതിക്ക് ഫൈൻദാലിക, ആ സമയത്ത് ഖറജൂ ഹുറാബൻ ഇലൽ കഹ്ഫ്, അവരെന്ത് ചെയ്തു? ആ ഗുഹയിലേക്ക്, ആ നാട്ടിൽ നിന്ന് ഓടിപ്പോയി. അങ്ങനെ അവരെന്ത് ചെയ്തു? ആ എൻദലൂസ് പർവ്വതത്തിലെ ആ ഗുഹയിൽ അവർ അഭയം പ്രാപിച്ചു. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അവർ പോണത് എങ്ങനെ പോണ്? പന്തും തട്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? പന്തളിക്കാൻ കുട്ടികൾ ഗ്രൗണ്ടിൽ പോകണമാതിരി പന്തും തട്ടിയിട്ടാണ് അവർ പോണത്. കാരണം ഞങ്ങളിങ്ങനെ നാട് വിട്ടു പോകാണ് എന്ന് നാട്ടുകാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ട്രിക്കിൽ അങ്ങനെ പോയതാണ്. അവർ പരിധി വിട്ടപ്പോ പിന്നെ എന്ത് ചെയ്തു? അവര് വേഗത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ആളുകളുടെ കണ്ണിൽ അവർ മറഞ്ഞു പോയി. അപ്പോ ഇവര് കരുതിയത് എന്താണ്? കുട്ടികൾ ഓരോ കുടുംബത്തൊക്കെ ആയിരിക്കും കളിച്ചാൻ പോകാണെന്ന് അങ്ങനെ കരുതി. പിന്നീട് ആളുകൾ ഇവരെ കാണാതെയായി. പിന്നെ രാജാവൊക്കെ പിന്നീട് തിരിച്ചു വന്ന് ഇവരെ കുറിച്ച് അന്വേഷിക്കാൻ. രാജാവ് ഈ ചെറുപ്പക്കാരെവിടെയാണ്, അവരെന്തായി, അവരുടെ വിശ്വാസം എന്തായി, ഇവർ തിരിച്ചു വന്നോ എന്നൊക്കെ അന്വേഷിച്ചു. അങ്ങനെ മലിക്കു, രാജാവ് അവരെ കുറിച്ച് എന്ത് ചെയ്തു? അന്വേഷിക്കാൻ ഉത്തരവിട്ടു. പക്ഷേ ഇന്നഹൂലം യഗ്ഫർ ബിഹിം, അവരെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല എന്ന് മാത്രല്ല, അമ്മല്ലാഹു അലൈഹിം ഖബറഹും, അള്ളാഹു അവരെ കുറിച്ചുള്ള വാർത്ത അവരെ മറപ്പിച്ചു കളഞ്ഞു എന്ന് കുറിച്ചൊക്കെ എന്ത് ചെയ്തു? തെരഞ്ഞു. പിന്നെ അവരെ കുറിച്ച് എന്ത് ചെയ്തു? അള്ളാഹു അവരെ മറപ്പിച്ചു. അത് ഒന്നാമത്തെ റഹ്മത്താണ്. എന്ത് റഹ്മത്താണ് അവർക്ക് ചെയ്തു കൊടുത്തത് എന്ന് ഈ ആയത്ത് തുടർന്ന് ആയത്തുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹ് എടുത്ത് പറയുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ അവർ ഗുഹയിൽ അഭയം പ്രാപിക്കാണ്. ഇത് പിന്നീട് അതിനൊരു മാതൃക ഉണ്ടായിട്ടുണ്ട്. ഏതുപോലെ? അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നു, കമാ ഫഅല ബിനബിയിഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്വാഹിബിഹി സിദ്ദീഖ്. അവർ ആ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നതിന്റെ പിന്നീടുള്ള ഒരു വേർഷനാണ് ഏത്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും എന്ത് ചെയ്തത്? ഗുഹയിൽ അഭയം പ്രാപിക്കുന്നത് ഗാറ് സൗറിൽ. അതുപോലെ എന്ന് ആര്? അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഹീന ലജ ഇലാ ഗാരി സൗറിൻ, ഗാറ് സൗറിലേക്ക് ചെന്നല്ലോ മുത്തനബിയും സിദ്ദീഖും. സത്യത്തിൽ ഇവിടെ അൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫ് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ഈമാന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. എന്നതുപോലെ തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മുത്തുനബിയെ ആട്ടിപ്പുറത്താക്കി എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് അപകടമാണ്. മുത്തുനബി എന്ത് ചെയ്താണ്? ആട്ടിപ്പുറത്താക്കിയതാണ് നാട്ടിൽ നിന്ന്, അങ്ങനെ ഹിജ്റ പോയതാണ്. അതല്ല സത്യത്തിൽ. അതിന്റെ പിന്നിലൊക്കെ ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് വിശുദ്ധമായ ദീനിന്റെ വളർച്ചക്ക് അനിവാര്യമായ ചില സംഗതികൾ അതിന്റെ ഒക്കെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നിബിധങ്ങൾ എന്ത് ചെയ്തത്? അന്നിപ്പോ നിബിധങ്ങൾക്ക് ഗുഹയിൽ അഭയം പ്രാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അള്ളാഹിനോട് നേരിട്ട് പറഞ്ഞാൽ മതി. അതെന്ത് ചെയ്യും? അല്ല ഹിക്മത്ത് വേറെ കാണും. പക്ഷെ അങ്ങനെ ഒരു ഒഴുസിലത്ത് ആളുകളിൽ നിന്ന് മാറി നിന്ന് ഒക്കെ ഉള്ള ഒരു സംവിധാനം, അത് ചില പ്രത്യേകമായ കാര്യങ്ങൾക്ക് വേണ്ടി ചില സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി അള്ളാഹു ചെയ്ത ചില സംവിധാനങ്ങളാണ് എന്നാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ
മക്കാരെ കുറിച്ച് നബിനെ പുറത്താക്കി എന്നുള്ള ആ ഒരു ശൈലി എന്തല്ല നമ്മൾ പറയാതിരിക്കലാണ് നല്ലത്. അങ്ങനെ മുത്തനബിയും സുദ്ദീഖും എന്ത് ചെയ്തു? 6 സൗറിൽ അഭയം പ്രാപിച്ചപ്പോ ഖുറൈശികൾ തേടി വന്നല്ലോ. എത്രത്തോളം? ഫലം യഹ്തദൂ ഇലൈഹി മഅ അന്നഹും യമറുന അലൈഹി. അവര് മുത്തനബി ആ ഇരിക്കുന്ന 6 സൗറിന്റെ സമീപത്തു കൂടി അവരെന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. പക്ഷേ ആ സമയത്താണ് ഗുഹാമുഖത്ത് വന്ന് നിൽക്കുന്നുണ്ട് ശത്രുക്കൾ, ഖുറൈശികൾ. ഏത്? മുത്തുനബി അഭയം പ്രാപിച്ച 6 സൗറിന്റെ മുന്നിൽ ആരെത്തിയിട്ടുണ്ട്? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് ലൗ അന്ന അഹദഹും നദറ ഇലാ മൗദിഇ ഖദമൈ ലഅബ്സറനാ. അവരിൽ ആരെങ്കിലും ഒരാള് ഒന്ന് താഴോട്ട് നോക്കിയിരുന്നെങ്കിൽ അവർ നമ്മളെ കാണൂലേ നബിയെ എന്ന് സിദ്ദീഖിന്റെ ആശങ്കയായിരുന്നു. ഒന്നിങ്ങോട്ട് കുമ്പിട്ട് നോക്കിയിരുന്നെങ്കിൽ, ഒന്ന് കാലിലോട്ടേക്ക് ഏതെങ്കിലും ഘട്ടകാലത്തിന് ഒരുത്തൻ ഒന്ന് കുനിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ അവർ നമ്മളെ കാണൂലേ നബിയെ എന്ന് സിദ്ദീഖ് തങ്ങള് വേവനാദിയോടെ ചോദിച്ചപ്പോ മുത്ത് നബി പറഞ്ഞ അബൂബക്കറെ രണ്ടിൽ മൂന്നാമനായി, രണ്ടാളെ കൂട്ടത്തിൽ മൂന്നാമനായി അള്ളാഹു ഉണ്ടാകുമ്പോ അവരെ കുറിച്ച് എന്താണ് സിദ്ദീഖ് നിങ്ങൾ വിചാരിച്ചത് എന്ന് പറഞ്ഞെന്താ? നമ്മൾ രണ്ടാളും മാത്രല്ല, നമുക്കാരുണ്ട്? അള്ളുണ്ട്. അള്ള കൂടെ ഉണ്ടാകുമ്പോ പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ലേ വഖദ് ഖാല തആല, അല്ല പറഞ്ഞില്ലേ, ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ഥാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ദുഃഖിക്കേണ്ട സിദ്ദീഖേ, ഇന്നല്ലാഹ മഅനാ, തീർച്ചയായും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ട്. അള്ളാഹു അവരുടെ മേൽ സക്കീനത്തിനൊരു സമാധാനത്തെ ഇറക്കി കൊടുത്തു. അവർ കാണാത്ത, നിങ്ങളൊന്നും കാണാത്ത ഒരു സൈന്യത്തെ അള്ളാഹു സൈന്യത്തെ കൊണ്ട് അള്ളാഹു അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്തു എന്ന് സൂറത്ത് തൗബയിൽ. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഇത് അസ്ഹാബുൽ കഹ്ഫിന്റെ കാര്യവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ എന്ത് ചെയ്തു? ഒരുക്കി കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫഖിസ്സതു ഹാദൽ ഗാരി, ഏത് ഗാറ്? ഈ ഗാറ് സൗറിൽ അഭയം പ്രാപിച്ച സിദ്ദീഖ് തങ്ങളുടെയും മുത്തുനബിയുടെയും ചരിത്രമുണ്ടല്ലോ, അത് അസ്റഫു അജല്ലു അഅലമു, അതാണ് ഏറ്റവും മഹത്വമുള്ളതും ഏറ്റവും ശ്രേഷ്ഠമായതും, അഅജബു, ഏറ്റവും അത്ഭുതകരമായതും, മിൻ ഖിസ്സതി അസ്ഹാബുൽ കഹ്ഫ്, അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രത്തെക്കാൾ ശ്രേഷ്ഠമായതും അത്ഭുതകരമായതും ഏത് ഗുഹയിൽ അഭയം പ്രാപിച്ചാണ്? മുത്തുനബിയും സിദ്ദീഖും ഗുഹയിൽ അഭയം പ്രാപിച്ചതാണ് എന്ന് അല്ലാമ ഇബ്നു കസീർ. അതായത് അസ്ഹാബുൽ കഹ്ഫിന്റെ ആ ഗുഹയിൽ അഭയം തേടിയതിനേക്കാൾ മഹത്വമുണ്ട് ഏതിന്? സിദ്ദീഖ് തങ്ങളും മുത്തുനബിയും ഗാറ് സൗറിൽ അഭയം പ്രാപിച്ചതിന് എന്ന് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തി വെച്ചു. മനസ്സിലാകുന്നുണ്ടോ? പറയപ്പെട്ടു, ഇന്ന ഖൗമഹും ലഫിറൂ ബിഹിം. മറ്റൊരു അഭിപ്രായമാണ്, നേരത്തെ പറഞ്ഞ അഭിപ്രായം എന്താണ്? അന്വേഷിച്ച് കണ്ടെത്തിയില്ല എന്നാണ്. അന്വേഷിച്ച് എന്തായില്ല? കണ്ടെത്തിയില്ല. പിന്നെ അള്ളാഹുവിനെ കുറിച്ച് മറപ്പിച്ചു കളഞ്ഞു എന്നാണ് നേരത്തെ പറഞ്ഞു. ഇനി മറ്റൊരു അഭിപ്രായം കൂടി ഇവർ കസീറമുള്ള പറയുന്നു, ഇന്ന ഖൗമഹും ലഫിറൂ ബിഹിം, അവർ അന്വേഷിച്ച് രാജാവിന്റെ പടയാളികൾ കണ്ടെത്തി, അവരെ എവിടെ? ഗുഹയിൽ കണ്ടെത്തി. പക്ഷെ വഖഫൂ അലാ ബാബിൽ ഗാരി ലദീ ദഖലൂഹു, ഇവർ അഭയം തേടിയ യൻജലൂസ് പർവ്വതത്തിലെ ഗുഹാമുഖത്ത് ആര് വന്നു? ഈ രാജാവിന്റെ പടയാളികൾ വന്നു. ഖാലൂ, അവര് പറഞ്ഞു, മാ കുന്നാ നുരീദു മിൻഹും മിനൽ ഉഖൂബത്തി അക്സറ മിമ്മാ ഫഅലൂ ബി അൻഫുസിഹിം, അവർ തന്നെ ചെയ്ത ആ ശിക്ഷയേക്കാൾ കൂടുതലായി നമ്മളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, അവർ ആ ഗുഹയിൽ കയറിയല്ലോ, ഇനി അവരവിടെ തന്നെ കടന്നോട്ടെ, എന്ത് ചെയ്യാം? അതിന്റെ മുഖം അടച്ചു കളയാൻ, ഇനി എന്ത് ചെയ്യണ്ട? പുറത്തേക്ക് വരണ്ട, അങ്ങനെ പട്ടിണി കടന്ന് എന്ത് ചെയ്യട്ടെ? അവര് മരിച്ചു പോട്ടെ എന്ന് എന്ത് ചെയ്തു? രാജാവിന്റെ തീരുമാനം വന്നു. അതായത് ഗുഹയിൽ കയറി അപ്പോ തീരുമാനിച്ചു. അമറൽ മലിക് ബിറദ്മി ബാബിഹി അലൈഹിം, രാജാവ് ആ ഗുഹാമുഖം അടച്ചു കളയാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചു. ലിയഹ്ലകൂ മക്കാനഹും ഫഫഅല ദാലിക്, അവർ അതിന്റെ ഉള്ളിൽ കടന്ന്, ഏതായാലും അവയിലേക്ക് ഉള്ളിൽ കയറിയല്ലോ, ഇനി എന്ത് ചെയ്യട്ടെ? അതിൻ്റെ ഉള്ളിൽ കടന്നോട്ടെ, പുറത്തേക്ക് വരണ്ട, അങ്ങനെ വെള്ളം ഭക്ഷണമൊന്നും കിട്ടാതെ അങ്ങനെ അങ്ങോട്ട് തീർന്നു പോട്ടെ എന്ന് കരുതി രാജാവ് ഗുഹാമുഖം അടക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വെച്ചു.
മനസ്സിലായോ? മനസ്സിലാകുന്നുണ്ടോ? അതാണെന്ത്, അങ്ങനെയാണ് സംഭവിച്ചത്. ഇനി അടുത്തായത്ത് ഓതി. وترى الشمس إذا طلعت تزاور عن كهفهم ذات اليمين وإذا غربت تقرضهم ذات الشمال وهم في فجوة من ذلك من آيات الله من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا. وترى الشمس, നബിയെ അങ്ങേക്ക് കാണാം, അശംസ സൂര്യനെ കാണാം എന്ന് പറഞ്ഞാൽ അങ്ങന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങ് കണ്ട് മനസ്സിലാക്കാമായിരുന്നു എന്നർത്ഥം. കാരണം അന്നെന്തില്ല, ഉത്തരവുണ്ടോ? അത്രയും മുമ്പല്ലേ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അന്ന് അവിടെ ഉള്ളവർക്ക് കണ്ട് മനസ്സിലാക്കാമായിരുന്നു എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. എന്ത്? അശംസ ഇദാ ത്വലഅത് തസാബറു അൻ കഹ്ഫിഹിം. അശംസ ഇദാ ത്വലഅത്, സൂര്യൻ ഉദിച്ചുയർന്നാൽ, തസാവറു അൻ കഹ്ഫിഹിം, അവരുടെ ഗുഹയെ തൊട്ട് തെറ്റി മാറിപ്പോകും. ദാത്തൽ യമീനി, വലത് ഭാഗത്തേക്ക് സൂര്യൻ ഇങ്ങനെ എന്ത് ചെയ്യും? മാറിപ്പോകും. വൈദാ ഗറബത്, സൂര്യൻ അസ്തമിക്കുമ്പോഴും, തഖ്രിദുഹും, അവരെ മുറിച്ച് കടന്നു പോകും. ദാത്ത ശിമാലി, ഇടത് ഭാഗത്തേക്ക് എന്ത് ചെയ്യും? സൂര്യൻ മുറിച്ചു കടന്നു പോകും എന്ന് പറഞ്ഞ എന്താ? വഹും ഫീ ഫജ്വത്തിൻ മിൻ, എത്രത്തിൽ അവർ ആ ഗുഹയുടെ അകത്ത് ഒരു വിശാലമായ സ്ഥലത്തായിരുന്നു അവർ ഉണ്ടായിരുന്നത്. എന്നിട്ട് പറയാം, ദാലിക മിൻ ആയാത്തില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. മൻ യഹ്ദില്ലാഹു, ആരെങ്കിലും അള്ളാഹു ഹിദായത്തിനാക്കിയാൽ ഫഹുവൽ മുഹ്തദ്, അവൻ ഹിദായത്ത് ലഭിച്ചവനാണ്. വമൻ യുദ്ലിൽ, ആരെങ്കിലും അള്ളാഹു പിഴപ്പിച്ചു കളഞ്ഞാൽ ഫലൻ തജ്ദ ലഹു വലിയ മുർശിദ, പിന്നെ അവനെ ഇർഷാദാക്കുന്ന ഒരു ഇർഷാദുകാരിയെ അവൻ എത്തിക്കൂല എന്ന്. ഇവിടെ മുഫസ്സിരിന ഹാഹുന ഖൗലാൻ, ഇവിടെ രണ്ടഭിപ്രായമുണ്ട് മുഫസ്സിരീങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സംഗതി എന്താ വെച്ചാല്, ഇവർ കടക്കുന്ന ഗുഹയിലേക്ക് സൂര്യൻ ഉദിക്കുമ്പോഴോ അസ്തമിക്കുമ്പോഴോ സൂര്യന്റെ പ്രകാശം കടന്നു ചെന്നിരുന്നില്ല. സൂര്യപ്രകാശം ഇവരെ ശരീരത്തിന് അടിച്ചാൽ ഇവരുടെ ശരീരവും വസ്ത്രമൊക്കെ എന്തായി പോകുമായിരുന്നു. കാരണം 309 വർഷം, മൂന്ന് നൂറ്റാണ്ട് ഗുഹന്റെ ഉള്ളിൽ എന്താണ് അവർ കിടക്കുകയായിരുന്നു. അപ്പൊ അതിനിടയിൽ സൂര്യപ്രകാശം തട്ടിയാൽ, ഇത്രയും വർഷം സൂര്യപ്രകാശം അവരുടെ ശരീരത്തിൽ പതിച്ചാൽ ശരീരത്തിന് എന്ത് വരും? കേട് സംഭവിക്കും. അപ്പൊ അത് വരാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായ ഒരു സംവിധാനം അവിടെ ഒരുക്കി കൊടുക്കണം. അള്ളാഹുവിന്റെ അപാരമായ ഒരു സംവിധാനം. എന്ത്? സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഈ ഗുഹയിലേക്ക് എന്ത് വരൂല? സൂര്യന്റെ പ്രകാശം കിടക്കൂല. സൂര്യൻ തെറ്റിപ്പോകും. അതായത് അപ്പോ ഈ തഫ്സീറിലേക്ക് വരാം, അപ്പൊ കുറച്ചുകൂടി മനസ്സിലാകും. അൽ ഖൗലുൽ അവ്വലു, ഒന്നാമത്തെ അഭിപ്രായം, അന്ന ബാബ ദാലികൽ കഹ്ഫി കാന മഫ്തൂഹൻ ഇലാ ജാനിബി ശിമാലി, ഈ ഗുഹാമുഖം കാന മഫ്തൂഹൻ ഇലാ ജാനിബി ശിമാലി, അത് പിന്നെ ഇടത് ഭാഗത്തേക്ക്, തെക്ക് ഭാഗത്തേക്ക് എന്ത് ചെയ്തായിരുന്നു? സൂര്യൻ ഉദിക്കലും അസ്തമിക്കലും എവിടെയാണ്? കിഴക്കും പടിഞ്ഞാറല്ലേ? അത് നേരെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇങ്ങനെയാണ് സൂര്യൻ ഉദിച്ചസ്തമിക്കുക. അപ്പൊ ഗുഹന്റെ കിടപ്പ് എങ്ങനെയാണ്? ഇങ്ങനെ, ഈ ഭാഗത്തേക്കാണ്. അപ്പോ നേരെ മറിച്ച് ഗുഹ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഉദിക്കുമ്പോഴെന്ത് ചെയ്യും? സൂര്യ ഉള്ളിലേക്ക് വരും. ഇനി അതെല്ലാം മുഖപ്പുറത്ത് കാണിക്കുന്ന അസ്തമിക്കുമ്പോഴെന്ത് ചെയ്യും? ഉള്ളിലേക്ക് വരും. അതാണ് ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും എന്ത് ചെയ്തിട്ടില്ല? ഗുഹയിലേക്ക് സൂര്യപ്രകാശം ചെന്നിട്ടില്ല. അപ്പൊ ഗുഹന്റെ കിടപ്പ് എങ്ങനെയാണ്? തെക്ക് വടക്കാണ്. ഫഇദാ ത്വലഅത്തി ശംസു, അപ്പോൾ സൂര്യൻ ഉദിച്ചാൽ കാനത്ത് അലാ യമീനിൽ കഹ്ഫി, ഗുഹയുടെ വലത് ഭാഗത്തായിരിക്കും എന്തുണ്ടാവുക? ഉദിക്കുമ്പോ ഗുഹയുടെ വലത് ഭാഗത്താണ് എന്തുണ്ടാവുക? സൂര്യൻ ഉണ്ടാവുക. വൈദാ ഗറബത്, അസ്തമിക്കുമ്പോൾ കാനത്ത് അലാ ശിമാലിഹി, അപ്പോ ഗുഹാമുഖം ഇവിടെയാണ്. ഏത്? ഇങ്ങോട്ടാണ് ഗുഹാമുഖം. അപ്പൊ ഗുഹാമുഖത്ത് ഇങ്ങനെ വന്നു നിൽക്കുമ്പോ സൂര്യൻ ഉദിക്കൽ എവിടുന്നാണ്? വലത് ഭാഗത്തുനിന്ന്. അസ്തമിക്കലോ ഇടത് ഭാഗത്ത്. അങ്ങനെയായിരുന്നു അതിന്റെ കിടപ്പുണ്ടായിരുന്നത്.
അങ്ങനെ ആകുമ്പോ എന്താവൂല, സൂര്യപ്രകാശം ഉള്ളിലേക്ക് പ്രവേശിക്കൂല. എന്നാൽ സൂര്യന്റെ ശക്തമായ ചൂടെത്തൂല, പക്ഷെ എങ്കിലും നല്ല സുന്ദരമായ കാറ്റുകളും നല്ല അതുണ്ടല്ലോ, കാറ്റും ചെറിയ പ്രകാശങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഗുഹയിലേക്ക് എത്താറുമുണ്ട്. വൽ മഖ്സൂദു, ഉദ്ദേശിക്കപ്പെടുന്നത് അന്നല്ലാഹു തആല സ്വാന അസ്ഹാബൽ കഹ്ഫി മിൻ അയ്യഖാലഹിം ലൗ ശംസ്, സൂര്യപ്രകാശം ഇവിടെ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഒരു സംരക്ഷണം അവിടെ ഏർപ്പെടുത്തിയതാണ് ഉദ്ദേശം. ഇല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ അവിടെ ശരീരങ്ങൾ എന്തായി പോകുമായിരുന്നു, നാശമായി പോകുമായിരുന്നു. കാരണം അത്രയും വർഷങ്ങൾ സൂര്യപ്രകാശങ്ങൾ തട്ടുമ്പോൾ കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തട്ടാതിരിക്കാൻ അള്ളാഹു തന്നെ ചെയ്ത ഒരു സംരക്ഷണ കവചമായിരുന്നു ആ രൂപത്തിൽ എന്ത് ചെയ്തത്, ഗുഹയെ സംവിധാനിച്ചിരുന്നത് എന്നർത്ഥം. ഇനി മറ്റൊരു അഭിപ്രായം, ഇത് ഇമാം റാസി തങ്ങൾ പറയണ കേട്ടോ. രണ്ടാമത്തെ അഭിപ്രായം, ഇന്നഹു ലൈസൽ മുറാദു ദാലിക്, അതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നമൽ മുറാദു, ഇവിടെ ഉദ്ദേശം അന്നശംസ ഇദാ തനാഅത് മനഅ അല്ലാഹു ലൗ ശംസ മിനൽ വുഖൂഇ, സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു സംവിധാനം. പക്ഷെ അള്ളാഹു എന്ത് ചെയ്തതാണ്, അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തതാണ്. സൂര്യപ്രകാശം, അതായത് ആ ഗുഹന്റെ കിടപ്പ് എങ്ങനെ തന്നെ സൂര്യപ്രകാശം ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും ഗുഹയിലേക്ക് വരുന്ന രൂപത്തിൽ തന്നെയാണ് ഗുഹന്റെ കിടപ്പ്. പക്ഷെ അങ്ങനെ ആയിട്ട് പോലും അള്ളാഹു എന്ത് ചെയ്തു, ഉദിക്കണ സമയത്ത് സൂര്യപ്രകാശം ഉള്ളിലേക്ക് വരാതിരിക്കാൻ അള്ളാഹു എന്ത് ചെയ്തു, സംവിധാനിച്ചു. എത്രത്തോളം, ഇതാ തൊലാഴത്ത് മനാഹു, ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യപ്രകാശം ഇവരെ ശരീരത്തിൽ തട്ടാതിരിക്കാൻ അള്ളാഹു എന്ത് ചെയ്തു, സംവിധാനം ചെയ്തു. അത് സാധാരണക്ക് വിപരീതമായി നടക്കുന്ന ഒരു സംഗതിയായിരുന്നു. മാത്രല്ല അള്ളാഹു അസ്ഹാബുൽ കഹ്ഫിന് നൽകിയ ഒരു ഭയങ്കരമായ കറാമത്ത് കൂടിയായിരുന്നു ഏത്. അവര് പറഞ്ഞില്ലേ, നിങ്ങൾ ഗുഹയിൽ കിടന്നാൽ എന്ത് ചെയ്യും, അള്ളാഹു നിങ്ങൾക്ക് അവന്റെ റഹ്മത്ത് റഹ്മത്തിഹി, അള്ളാഹുന്റെ റഹ്മത്ത് നിങ്ങൾക്ക് ആ റഹ്മത്തിൽ പെട്ടതാണ് ഏത്, ഈ പറഞ്ഞ ഈ സംഭവം. അതായത് അവര് അള്ളാഹുവിന്റെ വലിയ മഹാന്മാർ, വിശ്വാസമാണ്, ഔലിയാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ കറാമത്താക്കി അള്ളാഹു നൽകിയതാണ് എന്ത്, സൂര്യപ്രകാശം ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും അവരിൽ നിന്ന് മാറിപ്പോകുക, അവർ ശരീരത്തിൽ തട്ടാതെ പോകുക എന്നുള്ളത് അള്ളാഹു അവർക്ക് ചെയ്ത വലിയ ഒരു കറാമത്തായിരുന്നു എന്ന് മനസ്സിലാണ്ടോ. അത് എന്താ അങ്ങനെ പറയാൻ കാരണം, അതുകൊണ്ടാണ് അള്ളാഹ് തൊട്ടടുത്ത് പറഞ്ഞത് ദാലിക മിൻ ആയാത്തില്ലാന്ന്, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. അതല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായും അത് സ്വാഭാവികമാണ്. എന്ത്, ഗുഹന്റെ കിടപ്പ് ഇങ്ങനെയാണെങ്കിൽ അവിടുന്ന് ഇവിടും സൂര്യാസ്തമിക്കുമ്പോ എന്തായാലും നമുക്കൊക്കെ ചിന്തിക്കാൻ കിട്ടാണ് എന്ത്, ഗുഹന്റെ ഉള്ളിലേക്ക് വെളിച്ചം വരില്ല എന്നുള്ളത്. അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷെ ഇവിടെ തൊട്ടടുത്ത് പറഞ്ഞ എന്താണ്, ദാലിക മിൻ ആയാത്തില്ല, അത് അള്ളാഹിന്റെ ദൃഷ്ടാന്താണ് എന്ന് പറയുമ്പോ പതിവിന് വിപരീതമായി എന്തെങ്കിലും വേണ്ടേ. അപ്പൊ മഹാന്മാർ പറയാണ്, അത് അള്ളാഹു തആല അസ്ഹാബിന് കഹ്ഫിന് നൽകിയ ഒരു വലിയ കറാമത്തായിരുന്നു. എന്ത്, ഒരു ഗുഹയിലേക്ക് സൂര്യപ്രകാശം ചെന്നിരുന്നില്ല, കിടന്നിരുന്നില്ല എന്നുള്ളത് എന്ന്. ലൗകാനൽ എന്നിട്ട് റാസിമാവ് പറയാം, വലൗകാനൽ അംറു കമാ ദക്കറഹു അസ്ഹാബുൽ ഖൗലിൽ അവ്വലി, കാര്യം ആദ്യത്തെ അഭിപ്രായം പറഞ്ഞ ആളുകൾ പറഞ്ഞതുപോലെ ആണെങ്കിൽ അമ്രൻ മുഅ്താദൻ മഅ്റൂഫൻ, നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുന്ന ഒരു സാധാരണ കാര്യമാണ് അല്ലെ. ഗുഹന്റെ കിടപ്പ് ഇങ്ങനെയാണെങ്കിൽ കിഴക്കും പടിഞ്ഞാറും സൂര്യ ഉദിക്കുമ്പോൾ അസ്തമിക്കുമ്പോൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നാന്ന് നമുക്കൊക്കെ ചിന്തിച്ചാൽ കിട്ടുന്ന സംഗതിയാണല്ലോ, ഒരു സ്വാഭാവികമായ കാര്യമാണല്ലോ. എന്നാൽ ഫലം യക്കുൻ ദാലിക മിൻ ആയാത്തില്ല, അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിന് പെട്ടതാവൂല സാധാരണ കാര്യമാകുമ്പോ. മറിച്ച് രണ്ടാമത് പറഞ്ഞ ഈ അഭിപ്രായത്തിലേക്കാണ് നമ്മൾ ഈ അർത്ഥം കൊണ്ടുവരണമെങ്കിൽ ഖാനദാലിക കറാമത്തൻ അജീബത്തൻ, അത് വലിയ കറാമത്ത് തന്നെയാണ്. ഫക്കാനത്ത് മിൻ ആയാത്തില്ല, അപ്പൊ എന്തായി മാറും, അള്ളാഹുവിന്റെ. അതുകൊണ്ടാണ് ശേഷം എന്ത് പറഞ്ഞത്, ദാലിക മിൻ ആയാത്തില്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ?
അപ്പൊ ചോദിക്കുന്നു, അവിടെ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഒന്നുമില്ല, ഫുൾ ഓക്കെയാണ് അല്ലേ, ഒരു സംശയമല്ല. ഞാനും സംശയം ഉണ്ടാക്കട്ടെ. അപ്പോ ഈ ഗുഹാമുഖം അടച്ചു എന്നാണ് ഇപ്പൊ പറയണത് അല്ലെ? ഗുഹാമുഖം അടച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക്, നേരത്തെ നമ്മൾ പറഞ്ഞു അതിലേക്ക് പ്രകാശവും കാറ്റൊക്കെ കടന്നിരുന്നു അല്ലേ? സൂര്യന്റെ പ്രകാശം തട്ടിയിരുന്നില്ല ഒതുക്കുമ്പോൾ ശ്രമിക്കുമ്പോഴും, പക്ഷെ വെളിച്ചവും വായുവും എന്ത് ചെയ്തിരുന്നു, കിട്ടിയിരുന്നു. അതെങ്ങനെയാ ഇപ്പൊ ഉണ്ടാവുക? കല്ല് വെച്ചിക്കല്ല, കല്ല് നല്ലോണം അടച്ചു എന്നാണ് പറയണത്. വേറൊരു കല്ല് മാത്രം വെച്ചിക്കല്ല. നോക്കിക്കോളി, സ്വാഭിമാനം എന്താ പറയണ നോക്കിക്കോളി. വൽ മുറാദു യമീന ദാഖിൽ കഹ്ഫി വസിമാലിഹി വദാലിക അന്ന കഹ്ഫഹും മുസ്തഖ്ബില ബനാത്തി നൈസിൻ. അവിടെ ഒരു ആസ്ട്രോണമി പറയാണ് ഇമാം സ്വാബി റളിയല്ലാഹു. എല്ലാ തഫ്സീലും ഉണ്ട് അത്. ഒരു ആസ്ട്രോണമി, അതായത് ഒരു ഗോളശാസ്ത്രമായിട്ടുള്ള ഒരു സംഗതി എന്ത് ചെയ്യാണ്, ശാസ്ത്രീയമായി നമുക്കിത് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു കാര്യം പറയാണ്. അതായത് ഈ ഗുഹ എന്ന് പറയാ ബനാത്ത് നാഴ്സ് എന്ന് പറയുന്ന ഒരു നക്ഷത്രക്കൂട്ടുണ്ട്. ബനാത്ത് നാഴ്സ് നമ്മൾ ആകാശത്തിന്റെ വടക്കൻ ആകാശത്ത് കാണുന്ന ഒരു നക്ഷത്രക്കൂട്ടാണ് ഏത്? ഈ ബനാത്ത് നാഴ്സ് എന്ന് പറയുന്നത്. ബനാത്ത് നാഴ്സ് ഒരു പേരാണ്. ഗ്രേറ്റ് ഡിയർ എന്നൊക്കെയാണ് അതിന് പറയാം. സപ്തർഷി മണ്ഡലം എന്നൊക്കെയാണ് മലയാളത്തിൽ എന്ത് ചെയ്യാൻ പറയാം. അതായത് ഒരു നക്ഷത്രക്കൂട്ടം. ആസ്ട്രോണമി പഠിക്കുന്നവർക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയാം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ബനാത്തിന് സപ്തർഷി മണ്ഡലം എന്ന് പറയുന്ന നക്ഷത്രക്കൂട്ടത്തിന് അഭിമുഖമായിട്ടാണ് എന്ത് ചെയ്യാ ഈ ഗുഹ നിലനിൽക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോഴും സൂര്യൻ എന്ത് ചെയ്യും, തെറ്റിപ്പോകും. സൂര്യന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കൂല. ولا ينافي هذا ما تقدم في القصة أن سد الباب الكهفي وبنى عليه مسجد أن الكهف له مهر منفتح من أعلاه جهة بنات نعش. അപ്പൊ ഗുഹ അടച്ചു എന്നുള്ള ആ വാദവും ഇതും തമ്മിൽ എന്തില്ല, വ്യത്യാസമല്ല. ഗുഹാമുഖം അടച്ചെങ്കിലും ഗുഹയിലേക്ക് അത്യാവശ്യത്തിനുള്ള പ്രകാശവും വായും കടക്കാൻ ആവശ്യമായിട്ടുള്ള ചില ദ്വാരങ്ങളും വെന്റിലേറ്ററുകളും സ്വാഭാവികമായും എന്തുണ്ടായിരുന്നു, ആ ഗുഹക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. മുഖടച്ചു ഓക്കെ, എങ്കിൽ പോലും ആ ഗുഹന്റെ സംവിധാനം എന്ന് വെച്ചാൽ ആ ഗുഹയിലേക്ക് ആവശ്യമായ വെളിച്ചവും വായുവും എത്താനുള്ള ചില വെന്റിലേറ്റർ സംവിധാനങ്ങൾ അള്ളാഹു തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഗുഹയിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പൊ അതുകൊണ്ട് അത്തരം വെന്റിലേഷനിലൂടെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വായുവും വെളിച്ചവും എന്ത് ചെയ്തിരുന്നു, അവർക്ക് കിട്ടിയിരുന്നു എന്നാണ്. ഈ ബനാത്ത് നാശുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ പറഞ്ഞ ഒരുപാട് ദീർഘമായി പോയി. ഈ ബനാത്ത് നാശുമായി ബന്ധപ്പെട്ട് അതായത് പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഈ പെട്ര അതുപോലെ മദായിൻ സാലിഹ് പോലെ ജോർദാനിലൊക്കെ ഉള്ള പിന്നെ വലിയ ഗുഹകളുണ്ടല്ലോ, പാറ തുറന്നുണ്ടാക്കിയ വലിയ മദായിൻ സാലിഹിലൊക്കെ ഉള്ള വലിയ ഗുഹകളുണ്ടല്ലോ. അതൊക്കെ സ്വാഭാവികമായും പിന്നെ ഈ ജ്യോതിശാസ്ത്രപരമായ ചില പ്രത്യേകതകൾ കണ്ടു നിർമ്മിച്ചിട്ടുള്ള സംഗതികളാണ്. പണ്ട് കാലത്ത് പിരമിഡുകൾ ഉണ്ടല്ലോ, വലിയ വലിയ രാജാക്കന്മാരെ മറവ് ചെയ്യുന്ന വലിയ വലിയ പിരമിഡുകൾ. ആ പിരമിഡുകളൊക്കെ സ്ഥാപിക്കുമ്പോഴും അവർ ഈ ബനാത്ത് നാഴ്സിനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാം, ഈ നക്ഷത്രക്കൂട്ടത്തെ നോക്കിയാൽ വടക്ക് ദിശ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. അതായത് നമ്മൾ കിബിലമറി നോക്കാറില്ലേ, കിബിലമറി മനസ്സിലാണെങ്കിൽ ഒരു 3 നക്ഷത്രത്തിന്റെ ഒരു ലൈന് എന്തുണ്ട്, ഗോളശാസ്ത്രമായി ആകാശത്തുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 3 നക്ഷത്രം ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ ലൈനിൽ, ആ ലൈനിൽ കറക്റ്റ് നോക്കിയാൽ കിബിലിന്റെ മറി എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും നക്ഷത്രത്തെ കൂട്ടത്തില്. എന്നതുപോലെ വടക്കൻ ആകാശത്തിന്റെ വടക്ക് ഭാഗത്ത് പിന്നെ ഈ സപ്തർഷി മണ്ഡലം ഈ ബനാത്ത് നക്ഷത്രത്തെ കൂട്ടത്തെ നോക്കിയിട്ട് അന്ന് കാലത്ത് ദിശ എന്ത് ചെയ്തിരുന്നു, നിർണയിച്ചിരുന്നു. ആ നക്ഷത്രത്തിലേക്ക് മുഖമായിട്ടാണ് ഈ പിരമിഡുകളും മറ്റു ഗുഹകളൊക്കെ നിർമ്മിച്ചിരുന്നതും പിരമിഡുകളൊക്കെ നിർമ്മിച്ചത് ഈ ഗുഹക്ക് അഭിമുഖമായിട്ടാണ്. അതിന്റെ വിശ്വാസം എന്താ വെച്ചാൽ, അവരുടെ അന്നത്തെ വിശ്വാസം എന്താണെങ്കിൽ ഈ പിരമിഡിൽ മറവ് ചെയ്യപ്പെടുന്ന ഈ ആളുകളുടെ ആത്മാവിന്
ഒരു കണക്ഷൻ ആകാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അന്നത്തെ വിശ്വാസം ഉണ്ടായിരുന്നത്. ഒരുപാട് പറയാനുണ്ടത് നോക്കി, പക്ഷെ നമ്മൾ പറഞ്ഞപ്പോൾ ആ സമയം പോയി കിട്ടും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയാണ്. അപ്പോ ആസ്ട്രോണമി പ്രകാരവും ഈ ഗുഹന്റെ കിടപ്പ് എന്താണ്, ഒരു അത്ഭുതകരമായ രൂപത്തിലുള്ള, ചുരുക്കം അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഗുഹ ആയതുകൊണ്ട് ഫ്രണ്ട് വാതില് ഗുഹാമുഖം അടച്ചിരുന്നെങ്കിലും ചില വെന്റിലേഷൻ സംവിധാനങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വായുവും വെളിച്ചവും എന്ത് ചെയ്തിരുന്നു, അവർക്ക് കിട്ടിയിരുന്നു എന്നാണ് അതിന്റെ. ഗുഹാമുഖം അടച്ചു എന്നത് കൊണ്ട് പൂർണ്ണമായും അവർക്ക് വായുവും വെളിച്ചവും തടയപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആളുകൾ ഉള്ളിലേക്ക് കയറാതിരിക്കാനുള്ള സംവിധാനമാണ് എന്താക്കിയത്, ഗുഹാമുഖം അടച്ചത് കൊണ്ടുണ്ടായത്. പക്ഷെ അള്ളാഹു ഔലിയാക്കന്മാരെ ആ കാര്യത്തിൽ അള്ളാന്റെ തീരുമാനമാണ് എന്ത്, അവർക്ക് ആവശ്യമായിട്ടുള്ള വായു വെളിച്ചം കിട്ടണമെന്നത് എന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോ എന്താണ്, ആയത്തിന്റെ വാക്കൃതങ്ങൾ ശ്രദ്ധിക്കണില്ലേ? സൂര്യനെ നിങ്ങൾക്ക് കാണാം, ഇദാ ത്വലഅത് അത് ഉദിച്ചാൽ, തസാവറു അത് തെറ്റിപ്പോകും, അൻ കഹ്ഫിഹിം അവരുടെ ഗുഹയെ തൊട്ട്, ദാത്തുൽ യമീനി വലത് ഭാഗത്തേക്ക്, വൈദാ ഗറബത് അത് അസ്തമിക്കുമ്പോഴും, തഖ്റിലുഹും അവരെ മുറിച്ചു കടക്കും, ദാത്ത ശിമാലി ഇടത് ഭാഗത്തേക്ക്, വഹും എത്രത്തിൽ അവർ ഫീ ഫജ്വത്തിൻ മിൻഹു ആ ഗുഹയുടെ ഉള്ളിൽ വിശാലമായ ഒരു സ്ഥലത്തായിരുന്നു അവർ കിടന്നിരുന്നത്. ഗുഹന്റെ ഉള്ളില് ഒരു സ്റ്റേജ് പോലുള്ള ഒരു ഉയർന്ന പ്രദേശത്ത് ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലത്താണ് എന്ത് ചെയ്തിരുന്നത്, ഫജ്വത്ത് എന്ന് പറഞ്ഞാൽ അൽ മുത്തസിഊന വിശാലമായ ഒരു സ്ഥലം, ഇടുങ്ങിയിട്ടല്ല. ഇതുപോലെ ഗാർസൗറൊക്കെ പോലെ ഇടുങ്ങിയിട്ടുള്ള സ്ഥലമായിരുന്നില്ല. ഇത് വിശാലമായി കടക്കാനൊക്കെ ഉള്ള, നല്ല നീണ്ടു തീർന്ന് കടക്കാനൊക്കെ സൗകര്യമുള്ള വിശാലമായ ഉൾത്തടാണ് ഈ ഗുഹക്ക് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലായോ? എന്നിട്ട് പറഞ്ഞു, ദാലിക മിൻ ആയാത്തില്ലാ അത് അള്ളാഹുവിന്റെ ആയത്തിൽ പെട്ടതാകുന്നു, ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു. മയ്യഹ്ദില്ലാ ആരെങ്കിലും അള്ളാഹു ഹിദായത്താക്കിയാൽ, നേർവഴിയാക്കിയാൽ, ഫഹുവൽ മുഹ്തദി അവൻ ഹിദായത്ത് ലഭിച്ചവനാകും. വമൻ യുദ്ലിൽ ആരെങ്കിലും അള്ളാഹു പിഴപ്പിച്ചാൽ, ഫലൻ തജിദ ലഹു അവനെത്തിക്കൂല വലിയം മുർഷിദാ അവനെ പിന്നെ നേരെയാക്കുന്ന രക്ഷിതാവിനെ. അള്ളാഹ് ഒരാളെ പിഴപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ പിന്നെ ഓനെന്താവൂല, വേറെ രക്ഷിതാവിനെ എത്തിക്കൂല എന്നർത്ഥം. മനസ്സിലായോ? അടുത്തായത്ത് എന്താ നിങ്ങൾ ഓതാത്ത്? വനുഖല്ലിബുഹും ദാതൽ യമീനി വദാത ശിമാൽ വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ് ലൗ ഇത്തലഅത അലൈഹിം ലവല്ലൈത മിൻഹും ഫിറാറാ വലമുലിഅത മിൻഹും റുഅബാ. അടുത്ത റഹ്മത്താണ് പറയുന്നത്. ഒന്നാമത്തെ റഹ്മത്ത് എന്തായിരുന്നു? അവരെ ഗുഹയിലേക്ക് സൂര്യപ്രകാശം കടക്കാതെ അവരെ സംരക്ഷിച്ചു എന്നുള്ളത് ഒന്ന്. അടുത്ത അള്ളാഹുവിന്റെ റഹ്മത്താണ് പറയുന്നത്, നിങ്ങൾ അവരെ കുറിച്ച് വിചാരിക്കും, അയ്ഖാലൻ അവർ ഉറങ്ങിക്കിടക്കുകയാണെന്ന്, അല്ല ഉണർന്നു കിടക്കുകയാണെന്ന്. പക്ഷേ വഹും അവർ ഉറങ്ങുകയാണ്. ചെന്ന് നോക്കുമ്പോ നമുക്ക് തോന്നും എന്ത്, അവരിങ്ങനെ ഉണർന്നിങ്ങനെ കിടന്ന് വർത്തമാനം പറഞ്ഞ് കിടക്കാണെന്ന് തോന്നും. പക്ഷെ അവരെന്ത് ചെയ്യാണ്? ഉണർന്നു കിടക്കല്ല, അവർ ഉറങ്ങാണ്. വനുഖല്ലിബുഹും അവരെ നാം തിരിച്ചും മറിച്ചും കിടത്തും, ദാത്തുൽ യമീനി വദാത്ത ശിമാൽ വലതു ഭാഗത്തേക്കും ഇടതു ഭാഗത്തേക്കും അവർ നാം എന്ത് ചെയ്യും? തിരിച്ചും മറിച്ചും കിടത്തും. വകൽബുഹും ബാസിതുൻ ദിറാഇഹി ബിൽ വസീദ് അവരുടെ നായ ബാസിതുൻ ദിറാഇഹി രണ്ട് കാലുകൾ ഇങ്ങനെ നീട്ടിക്കിടക്കുന്നുണ്ട്, ബിൽ വസീദി ഗുഹയുടെ മുഖത്ത്, ഗുഹയുടെ സിറ്റ് ഔട്ടിൽ എന്നൊക്കെ പറയുന്ന മാതിരി. ലവിത്തനായത്ത് അലൈഹിം നബിയെ അങ്ങ് അവരിലേക്ക് എത്തി നോക്കിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ, നബി അന്ന് ഇല്ല, ഒരു സങ്കല്പമാണ്. അന്ന് അങ്ങ് അവിടെ ഉണ്ടായിട്ട് നബിയോട് മാത്രം നമ്മൾ തഫ്സീർ വായിക്കാം. ലവല്ലൈത മിൻഹും ഫിറാറൻ അങ്ങ് പേടിച്ചു ഓടിപ്പോകുമായിരുന്നു. വലമുലിഅത മിൻഹും റുഅബൻ അത് കണ്ട് നിങ്ങളുടെ ഖൽബില് വല്ലാത്തൊരു പേടി തോന്നിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും?
വേഗം അവിടുന്ന് ഓടിക്കഴിച്ചനാകുമായിരുന്നു എന്ന്. ആരെ? ഈ അസ്ഹാബുൽ കഹ്ഫ് ഗുഹയിൽ കടക്കണത് പോയി നോക്കിയാൽ നമുക്കുള്ളിൽ എന്ത് തോന്നും? പേടി തോന്നും. വേഗം അവിടുന്ന് എന്ത് ചെയ്യും? ഇറങ്ങി ഓടുമായിരുന്നു എന്ന്. അവര് ഉണർന്ന് കിടക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും, അവർ ഉറങ്ങുകയായിരുന്നു എന്നാണ് ആയത്ത്. ഖാല അഹ്ലു തഫ്സീരി, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, കാനത് അയ്യുനുഹും മഫ്തൂഹതൻ വഹും നായിമൂൻ, അവർ ഉറങ്ങുകയായിരുന്നെങ്കിലും അവരുടെ കണ്ണുകൾ തുറന്നു പിടിച്ചിട്ടായിരുന്നു. ഉറങ്ങായിരുന്നു. നമ്മളെ കൂടുതൽ ആൾക്കാരുണ്ട് അല്ലെ, ഉറങ്ങുമ്പോഴും എന്ത് ചെയ്യാ, കണ്ണിങ്ങനെ പകുതി ഇങ്ങനെ തുറന്നു നടക്കുന്ന ആൾക്കാരില്ലേ. ഇതങ്ങനല്ല, ഇത് കണ്ണ് ശരിക്കും തുറന്നിട്ടാണ് എന്ത് ചെയ്തത്. അതും അവർക്കുള്ള കറാമത്താണ്. മനസ്സിലാകുന്നുണ്ടോ? അവര് ഉറങ്ങുകയായിരുന്നു. എങ്ങനെ? കണ്ണ് തുറന്നിട്ട്. അപ്പൊ അതിങ്ങനെ കാണുന്നവർ എന്താ വിചാരിക്ക? അവരിങ്ങനെ ഉണർന്നു കിടക്കാന്നല്ലേ. വഖീല തഹ്സബുഹും മയഖാദൻ ലികസ്റതി തഖല്ലുബിഹിം കൽ മുസ്തൈഖിൽ ഫീ മൽജഇഹി, അവര് ഉറങ്ങാതെ കിടക്കുന്ന ഒരാള് തിരിഞ്ഞു മറിഞ്ഞും കിടക്കുമല്ലോ എന്നതുപോലെ ഇവരിങ്ങനെ എന്ത് ചെയ്തിരുന്നു? തിരിഞ്ഞു മറിഞ്ഞിങ്ങനെ. ആരാ കടത്തുന്നത്? എങ്ങനെ അള്ളാഹ് നേരിട്ട് വന്നിട്ട് മറിച്ചെടുത്തിരുന്നത്? മലക്കുകൾ മുഖേന എന്ത് ചെയ്യുന്നത്? അള്ളാഹു അവരെ മറിച്ചിട്ട് കളയുന്നത്. നമ്മൾ സ്വാഭാവികമായും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഉറക്കത്തിന് തിരിഞ്ഞും മറിഞ്ഞും കിടക്കൂലേ. പക്ഷെ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഉണരുന്നുണ്ട് അല്ലെ. ഒരു പാതി ഉറക്കത്തിലാണ് നമ്മൾ മറിഞ്ഞു കിടക്കുക അല്ലെ. ഉറക്കത്തിൽ നിന്ന് മറിഞ്ഞു കിടക്കണമെങ്കിൽ നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താവൂല? മറിഞ്ഞു കിടക്കൂല. ആ ഉറക്കൊന്നും ഇങ്ങനെ കുറച്ചും കൂടി വിടുമ്പോൾ പാതി മയക്കത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുക? മറിഞ്ഞു കിടക്കുക. പക്ഷെ ഇവർ അങ്ങനല്ല, ഇവർ ഗാഠമായ നിദ്രയിലാണ്. ആ നിദ്രയിലായിരിക്കെ അവരെന്ത് ചെയ്തു? തിരിഞ്ഞും പറഞ്ഞും അള്ളാഹു അവരെ, അതാണ് വനുഖല്ലിബുഹും, അവരെ നാം മറിച്ചു കിടത്തി എന്നല്ല പറയണത്. എങ്ങനെ? ബിഐദിൽ മലായിക, മലക്കുകളുടെ കൈകളെ കൊണ്ട് അവരെ മറിച്ചു കിടത്തി. അപ്പോ ഇവര് കണ്ടാ പേടി തോന്നും എന്ന് പറയാൻ കാരണം എന്താണ്? ഇവർ കിടക്കുന്നത് എങ്ങനെയാണ്? കണ്ണും തുറന്നിട്ടാണ്. എന്നിട്ട് പറഞ്ഞു വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാൽ, ഇടതു ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കും അവരെ നാം മറിച്ചിട്ടുകൊണ്ടിരുന്നു. അല്ലാത്ത ഉക്കുലൽ അർളു ലുഹുമഹും, ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, എന്തിനാണ് അങ്ങനെ മറിച്ചിരുന്നത്? എന്തിനാണ്? അല്ലാത്ത ഉക്കുലൽ അർളു ലുഹുമഹും, അവരുടെ മാംസം ഭൂമി തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരേ കിടത്തങ്ങനെ കിടന്നാൽ എന്തായി പോകും? മണ്ണ് ചിലപ്പോൾ ചെതിലൊക്കെ പിടിച്ചാലും അങ്ങനെ മണ്ണൊക്കെ ജയിച്ചു പോകാൻ സാധ്യത ഉണ്ട്. അതിങ്ങനെ മാറി മറിഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ ആ പ്രശ്നം വരില്ല. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? അവരെ നാം മറിച്ചു കിടത്തിയത്. ഇമാം അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, കാന ലഹും ഫീ കുല്ലി ആമിൻ തഖരീബത്താനി വഖീല ഫീ കുല്ലി സനത്തിൻ മറത്തൻ. പല അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് കേട്ടോ. കൊല്ലത്ത് 2 വട്ടം മറിച്ചിടും, ഒന്നാമതല്ല. പിന്നെ കൊല്ലത്ത് ഒരിക്കൽ മറിച്ചിടും. കുല്ലി സബീഇ സിന മറത്തൻ, 7 കൊല്ലം കൂടുമ്പോൾ മറിച്ചിടും. അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ ആയത്തിൽ എന്താണ്? അവരിങ്ങനെ ഇടക്കിടക്ക് എന്ത് ചെയ്തിരുന്നു? മറിച്ചിട്ട് ഇങ്ങനെ കളഞ്ഞിരുന്നു. അതൊന്നും അത്ര തന്നെ പ്രസക്തമല്ലാത്ത ചർച്ചകളാണ്. പിന്നെ ഒരഭിപ്രായം എങ്ങനെയാണ്, എന്തെന്നറിയോ? വഖീല ലഹും തഖരീബത്തും വാഹിദുൻ ഫീ യൗമി ആശുറ, ആശുറയിന്റെ അന്ന് അവരെന്ത് ചെയ്യാറുണ്ട്? മറിച്ചു കിടത്താറുണ്ട് എന്ന്. ആശുറ എന്നാല് മുഹറത്തിൽ നിന്ന്. ഒരഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാര്. നമ്മൾ നിസ്സാറായി തള്ളിക്കളയേണ്ട അഭിപ്രായങ്ങളല്ല. എന്തായാലും അത് നമ്മൾ അതിനെ കുറിച്ച് ഇങ്ങനെ ചരിത്ര സമയം കളയണ്ട. എന്നിട്ട് പറഞ്ഞു വനുഖല്ലിബുഹും ദാത്തൽ യമീനി വദാത്ത ശിമാൽ. അടുത്തത് വകൽബുഹും, അവരുടെ നായ. ആ പ്രയോജനം ശ്രദ്ധിക്കണം. വകൽബുഹും, അവരുടെ നായ. ബാസിത്തുൻ ദിറാഇഹി, അതിന്റെ 2 കാലുകൾ. ദിറാഇ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകാലിനാണ് എന്ത് പറയാ? ദിറാഇഹി ബിൽ വസീദ്, അതിങ്ങനെ കാല് നീട്ടി. വസീദിലുണ്ട്. വസീദ് എന്ന് പറഞ്ഞാൽ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആ ഗുഹന്റെ മുറ്റത്ത് എന്തുണ്ട്? ഒരു തടം പോലെ ഉണ്ടായിരുന്നു എന്നാണ്. ഈ മേശ വലിപ്പത്തിൽ ഇങ്ങനെ ഒരു തടം പോലെ ഉണ്ടായിരുന്നതാണ് ഗുഹയിലേക്ക് കയറേണ്ട മുമ്പേ. ഗുഹന്റെ ഉള്ളിലല്ല, പുറത്ത്. അവിടെ എന്ത് കിടക്കുന്നുണ്ട്? നായ കിടക്കുന്നുണ്ട്. ഖാല ഇബ്നു അബ്ബാസിൻ അക്സറുൽ മുഫസ്സിരീന ഖാലു, മിക്ക മുഫസ്സിരീങ്ങളും പറഞ്ഞു, ഇന്നഹും ഹറബൂ ലൈലൻ മിൻ മലക്കിഹിം. എങ്ങനെ നായയുടെ കൂട്ടത്തു കൂടി പോകുമ്പോ എന്തില്ല? 6 ആളല്ലേ പോയി. ചെറുപ്പക്കാർ 6 ആളായിരുന്നില്ലേ? പോണ കൂട്ടത്തില് ഒരാളും കൂടി ഒരു കർഷകൻ,
ഒരു ഒരു മേപ്പുകാരൻ ഇന്നഹും ഹറബൂലൈനമിൻ മലിക്കിൻ, രാത്രിയിലാണ് ഇവർ രാജാവിൽ നിന്ന് എന്ത് ചെയ്യണത് പോണത്. കൽബുൻ, ഇവർ ഒരു മേപ്പുകാരന്റെ അടുത്ത് കൂടെ നടന്നു പോയി. അതാണ് തംലീഹ. ആ തംലീഹയുടെ നായായിരുന്നു ഏത് ഇവരെ കൂടെ കൂടിയത്. അങ്ങനെ ഈ മേപ്പുകാരൻ ഇവരെ കൂടെ കൂടി. അപ്പൊ ആരും കൂടി? ആ മേപ്പുകാരന്റെ നായ ഇവരെ കൂടെ കൂടി. പിന്നെ ഇമാം ഖാബ് തങ്ങൾ പറയുന്നു, മറൂബി കൽബിൻ, നായ ഇവരെ പിന്നാലെ കൂടി. ഇവരിങ്ങനെ പോകുമ്പോ ആരും പിന്നാലെ കൂടി? നായ കൂടി. നായ ഇങ്ങനെ കുറച്ചു. അപ്പൊ ഇവര് നായ എന്ത് ചെയ്തു? ആട്ടി ഓടിച്ചു. ആട്ടി ഓടിക്കുന്ന കാരണം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, നായ്ക്കള് പൊതുവെ എവിടെ ഉണ്ടാവല്? ജനവാസ കേന്ദ്രങ്ങളാണ് എന്തുണ്ടാവുക? കാട്ടിൽ എന്തുണ്ടാവൂല? കാട്ടില് നായ്ക്കളെ കാണുമോ? കൊടുങ്കാട്ടില് നായ്ക്കൾ ഉണ്ടാവോ? ഇല്ല, ഉണ്ടാവൂല. നായ്ക്കൾ എപ്പോഴും മനുഷ്യരുമായി ജനവാസ കേന്ദ്രത്തിൽ എന്തുണ്ടാവുള്ളൂ? നായ്ക്കൾ ഉണ്ടാവുള്ളൂ. മാത്രമല്ല ഈ നായ്ക്കൾക്കൊരു സ്വഭാവമുണ്ട്, എന്തെങ്കിലും കാഴ്ച കണ്ടാൽ എന്ത് ചെയ്യും? ഓരിടും, കൊരക്കും. അപ്പോ ഇവര് കരുതി എന്താണ്, ഈ നായ് നമ്മളെ പിന്നാലെ കൂടിയാല് നമ്മൾ ഗുഹയിൽ കയറിയ ഈ നായ എന്ത് ചെയ്യും? അവിടുന്ന് ഓടിയിട്ടിട്ട് കുറച്ചിട്ടും ആൾക്കാരെ എന്ത്, ആ നായിന്റെ കുറെയൊക്കെ ഉണ്ട്, അവിടെ ആൾക്കാരുണ്ടാവാൻ സാധ്യത ഉണ്ട് എന്ന് കരുതി ആൾക്കാർ വന്ന് നോക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ കുടുങ്ങും. അതുകൊണ്ട് ഈ നായ നമ്മളെ പിന്നാലെ കൂടിയ പ്രശ്നമാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. അങ്ങനെ നായെ പല തവണ എന്ത് ചെയ്തു? അവർ ആട്ടിയോടിച്ചു. ആട്ടിയോടിക്കുന്ന നന്നായിട്ട് വേദനിപ്പിച്ചു നായിനെ എറിഞ്ഞിട്ട്. മിറാറൻ, പല തവണ എന്ത് ചെയ്തു? നായിനെ ആട്ടിയോടിച്ചു. പക്ഷേ നായ പോയില്ല എന്ന് മാത്രല്ല, കൽബു, അവരോട് ഈ നായ പറഞ്ഞു എന്താ പറഞ്ഞ്? മാ തുരിദുന മിന്നി ലാ തഖ്സൗ ജാനിബി, എന്റെ സാമീപ്യത്തെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട. അന ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ് എന്ന് ഈ നായ പറഞ്ഞു എന്നാണ്. അതൊരു കറാമത്താണ്. ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹം. അതുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് കരുതി ലാ തഖ്സൗ ജാനിബി, എന്റെ സാമീപ്യത്തെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, പേടിക്കണ്ട നായ പറഞ്ഞു. അപ്പൊ പിന്നെ അവർക്ക് സമാധാനമായി. നായ പോയി. എന്തുണ്ടായി? നായ പോയിട്ട് എന്ത് ചെയ്തു? പിന്നെ യഹ്റുസു അലൈഹിമുൽ ബാബ്, അവരെ കൂടെ ഗുഹന്റെ ഉള്ളിലേക്ക് നായ കയറിയില്ല. നായ പുറത്ത് എന്ത് ചെയ്തു? കാവലിരുന്നു. നായന്റെ പ്രകൃതി തന്നെ എന്താണ്? പുറത്ത് കാവലിക്കാന്നുള്ള ശൈലിയാണ്. അങ്ങനെ ബാബി, നായ ഇരുന്നിരുന്നത് ഈ ഗുഹയുടെ പുറത്തായിരുന്നു. എന്താ കാരണം? നായക്കും എന്റെ കൂട്ടത്തിൽ പോയി കിടന്നുറങ്ങിക്കൂടായിരുന്നോ? നായ ഉറങ്ങേണ്ട സംഗതി ശരിയാണ്. അവർ അസ്ഹാബുൽ കഹ്ഫ് കിടക്കണതിന്റെ അടുത്ത് തന്നെ പോയിട്ട് നായക്ക് കിടന്നുണ്ടായിരുന്നോ? എന്താ കിടക്കാഞ്ഞ്? നിങ്ങൾക്ക് അറിയണ സംഗതിയാണ്. പറയും അവിടെ മലക്കിന്റെ സാമീപ്യം വേണം. കാരണം ഇവരെങ്ങനെ മരിച്ചു കിടത്തുന്നത് ആരായിരുന്നു? അന്നൽ മലായിക്കത്തുൽ തദ്ഖുലു ബൈതൻ ഫീഹി കൽബുൻ എന്നൊരു ഹദീസുണ്ട്. നായ്ക്കളുള്ളടത്ത് എന്ത് ചെയ്യൂല? മലക്കള് പ്രവേശിക്കൂലാന്ന്. നമ്മളെ വീട്ടില് ഒരു മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മുത്തുനബി തങ്ങൾക്ക് മുമ്പ് ദിവസങ്ങളോളം പിന്നെ വഹി വൈകിയപ്പോഴേ ജീവനോട് ചോദിച്ചില്ല എന്താ വഹി വരാതിരിക്കാന്ന്. അപ്പൊ നോക്കുമ്പോഴാണ് അന്ന് അവിടെ ഇങ്ങനെ ഓടിക്കളിച്ചിരുന്ന നായ്ക്കുട്ടി എന്ത് ചെയ്യണത്? ചത്ത് കിടക്കുന്നത് കണ്ടത്. അപ്പൊ ആ നജസ് മാത്രമല്ല, നായന്റെ ഒരു സാമീപ്യം ഉണ്ടായത് കൊണ്ടാണ് വരാഞ്ഞത് എന്നാണ് ജിബിലി കാരണം പറഞ്ഞത്. അപ്പൊ നായ്ക്കൾ ഉള്ളടത്ത് എന്ത് ചെയ്യൂല? മലക്കുകള് സാമീപ്യം ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് നമ്മളെ വീട്ടിലൊന്നും എന്തിനു വളർത്താൻ പറ്റൂല? നായിനെ വളർത്താൻ പറ്റുന്ന ചില സാഹചര്യങ്ങളുണ്ട്. കൃഷിക്ക് വേണ്ടി, വേട്ടയ്ക്ക് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, വളർത്താം. പക്ഷെ അതിന് പ്രത്യേക സംവിധാനങ്ങൾ എന്ത് ചെയ്യണം? കാണണം. വീട്ടിനുള്ളിലൊന്നും പറ്റൂല, നായ്ക്കള് പറ്റൂല. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് വരൂല? മലക്കൾ പ്രവേശിക്കും. നായ്ക്കള് മാത്രല്ല, വലാ സൂറത്തുൻ വലാ ജുനുബുൻ വലാ കാഫിറൊന്നും കൂടി ഉണ്ട്. സൂറത്തുകൾ, ചില രൂപങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ഷോക്കേസിലൊക്കെ കാണും ചിലപ്പോ, അല്ലേ? നമ്മുടെ ഭംഗിക്ക് വേണ്ടി വീടിന്റെ ഷോക്കേസിൽ പല രൂപങ്ങളും വെക്കാറില്ലേ? അല്ലേ? ബൊമ്മക്കുട്ടികളൊക്കെ വെക്കാറില്ലേ? അതാണ് എന്താ പറയാ? സൂറത്ത്.
അതുണ്ടെങ്കിലും എന്ത് വരൂല, അതായത് ജീവൻ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലുള്ള ജീവികളുടെ രൂപങ്ങളുണ്ടല്ലോ, നായ, പോത്ത്, പന്നി, ഇങ്ങനെയുള്ള പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങള് ഗൾഫിൽ നിന്നൊക്കെ അതിനായിട്ട് കൊണ്ടുവരും എന്ത് ഷോക്കേസിൽ വെക്കാനായിട്ട് പല ജീവികളുടെ കോലങ്ങളൊക്കെ. അതിനാ സൂറത്ത് എന്ന് പറയാം. അത് വീട്ടിലുണ്ടെങ്കിലും എന്ത് പ്രവേശിക്കൂല. ഇതുമായി താരതമ്യപ്പെടുത്തിയിട്ട് മഹാന്മാരെ പറഞ്ഞു, ഫോട്ടോ ഉള്ള വീട്ടിൽ എന്ത് ചെയ്യൂല. പണ്ടൊക്കെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരുന്നു വീട്ടിലൊക്കെ. ഇതുപോലെ മൊബൈൽ ഉണ്ടായോണ്ട് എന്താവില്ല, വല്ലാതെ ചുമർമ തൂങ്ങൂല അല്ലേ. അപ്പോ അതിന് ചില മഹാന്മാർ ന്യായം പറഞ്ഞു, ഒരു സൂറത്ത് ആവണമെങ്കിൽ അതിന് 6 വശങ്ങൾ ഉണ്ടായിരിക്കണം. 6 വശങ്ങൾ. അത് 6 വശങ്ങൾ. ഇപ്പൊ ഇതൊരു സൂറത്ത്, ഇതൊരു ബൊമ്മക്കുട്ടിയെന്ന് എഴുതിക്കോളയും. ഇതാകുമ്പോ 6 വശങ്ങൾ. എവിടെ? മേൽഭാഗം, അടിഭാഗം, 2 സൈഡ്, ബാക്ക്, മുന്ന്. ഇതാണ് ഇങ്ങനെ ഒരു സാധനത്തിനാണ് എന്ത് പറയാ, സൂറത്ത് എന്ന് പറയാ. ഫോട്ടോ ആവുമ്പോ എന്തില്ല, 6 ഭാഗങ്ങളുണ്ടോ? ഫോട്ടോക്ക് എന്തില്ല, 6 ഭാഗങ്ങളില്ല, ഒരു ഫ്രണ്ട് ഭാഗം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫോട്ടോ അതിൽ പെടൂല എന്ന് പറഞ്ഞ ഫുഖഹാക്കളും ഉണ്ട്. എന്നാൽ ചില സൂക്ഷ്മസാരികളായ ഫുഖഹാക്കൾ പറഞ്ഞു ഫോട്ടോയും എന്ത് ചെയ്യും, അതില് പെടും എന്ന്. അപ്പൊ എന്തായാലും സൂറത്ത്. അതുപോലെ ജുനുബുൻ, ജനാപത്തുകാരനായിട്ട് വീട്ടിൽ കടന്നുറങ്ങി കുളിക്കാൻ മടിച്ചിട്ട് എന്താവൂല. എന്നാലും ഇപ്പൊ രാത്രി ജനാപത്തുകാരനായിട്ട് ഇനിയിപ്പോ ഏതായാലും നേരം വിളക്കട്ടെ എന്ന് അവിടെ കടന്നാൽ എന്തുണ്ടാവൂല, മലക്കിന്റെ സാമീപ്യം ഉണ്ടാവൂല. അങ്ങനെ അപ്പൊ അതുകൊണ്ടാണ് ഈ നായ എന്ത് ചെയ്തത്, ഒന്ന് പറയും, പുറത്ത് കടന്നത് എന്ന്. അതാണ് വകൽബുഹും ബാസിത്തുൻ ദിറാഇഹി ബിൽ വസീദ്. നായ, അവരുടെ നായ ഗുഹയുടെ മുഖത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കടന്നിട്ടുണ്ടായിരുന്നു എന്ന്. മനസ്സിലായോ? എന്നിട്ട് മഹാനായ ഹസൻ റളിയല്ലാഹു തആല പറയുന്നു, വസമിനത്ത് കൽബുഹും ബറക്കത്തുഹും. ഇവർക്കുള്ള ബറക്കത്ത് ആർക്കും കിട്ടി, നായക്കും കിട്ടി. ഒരു ജസ്റ്റ് ഒരു നായാണല്ലോ. ഇവരെ അള്ളാഹു ഉറക്കിയപ്പോൾ ഈ നായയും എന്ത് ചെയ്തു, അള്ളാഹു ഉറക്കി. ഇവർ കണ്ണു തുറന്ന് കടന്നിരുന്ന പോലെ തന്നെയാണ് ഈ നായ എന്ത് ചെയ്തിരുന്നത്, കണ്ണു തുറന്നിട്ടാണ് പുറത്ത് കടന്നിരുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയാണ്, ശ്രദ്ധിച്ചോളിട്ടോ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്ത് ചെയ്യണത്, ഇത് പറയണത്, ഇത് മഹാന്മാരാകുന്ന ആളുകളോട് സഹവസിച്ചതിന്റെ ഗുണമാണ്. അതായത് ഖുർആൻ എന്താ പറഞ്ഞ്, കൽബും, അവരുടെ നായാന്ന. മഹാന്മാരാകുന്ന അസ്ഹാബുൽ കഹ്ഫിലേക്ക് ചേർത്തിട്ടാണ് ഈ നായ എന്ന് പറഞ്ഞാൽ എന്താണ്, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട മുഹല്ലലായ നജസാണ് ഏത്, നായ അല്ലേ. ആ നായയാണ് എന്ത് ചെയ്യണത്, ഇവരിലേക്ക് ചേർത്തിട്ടല്ല പറയണത് കൽബുഹും, അവരുടെ നായാന്ന്. അതുകൊണ്ട് തന്നെ ആ നായക്ക് എന്ത് വന്നു, മഹത്വം വന്നു. മാത്രല്ല ഈ നായെ ലോകാന്ത്യം വരെ ഈ നായ എന്ത് ചെയ്യണം, ഖുർആനിലൂടെ എന്ത് ചെയ്യണം, ഓർത്തുകൊണ്ടിരിക്കണം. ഖുർആനിൽ ഓർത്തോളം കാലം എന്ത് ചെയ്യും, ഈ നായ എന്ന് ഓർക്കപ്പെടല്ലേ. എന്ത് കേവലം ഒരു നായനെ എപ്പോ ഖുർആൻ ഓതുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ എന്ത് ചെയ്യാണ്, അവരുടെ നായനെ ഓർത്തുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് തന്നെ ഈ നായക്ക് വലിയ മഹത്വവും പോരിശയും അതിലുണ്ട് എന്ന് അല്ലാമ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് എന്ത് ചെയ്യാണ്. അപ്പൊ ഈ നായ സാധാ നായല്ല, രൂപത്തിലും ഒക്കെ നായെങ്കിലും ഈ നായക്ക് എന്തുണ്ട്, എന്തുകൊണ്ട് മഹാന്മാരാകുന്ന ആളുകളോട് സഹവസിച്ചപ്പോ അള്ളാഹു അതിനും എന്ത് ചെയ്തു, വലിയ മഹത്വം നൽകി എന്ന്. മനസ്സിലായോ? ഈ നായന്റെ പേര് മഹാന്മാർ പറയുന്നു ഇസ്മുൽ കൽബി ഖത്മീർ എന്നാണ് ഈ നായന്റെ പേര്. ഖത്മീർ. എന്ത്? ഖത്മീർ. ഖാഫ് താ മീം യാ റാ. ഖത്മീർ എന്നാണ് എന്ത്, ഈ നായന്റെ പേര്. മഹാൻ ഇബ്നു അത്തിയ റഹിമഹുല്ലാഹ് പറഞ്ഞു, വഹദ്ദസനി അബി റളിയല്ലാഹു തആല അൻഹു ഖാല സമിഅതു അബുൽ ഫദ്ൽ ജൗഹരി ഫി ജാമി മിസ്ര യഖൂലു അലാ മിംബരി വഅലിഹി സനത 69 و400. ഞാന് അബുൽ ഫദ്ൽ എന്നവർ മിസ്രിലെ പള്ളിയിൽ വെച്ച് മിമ്പറിൽ വെച്ച് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നമൻ അഹബ്ബ അഹ്ലൽ ഖൈരി, ഖൈറിന്റെ അഹ്ലുകാരെ സ്നേഹിച്ചവർ, നന്മയുടെ അഹ്ലുകാർ, അത് മഹത്തുക്കളായ ആളുകളെ സ്നേഹിച്ച ആളുകൾക്ക് നാന മിൻ ബറക്കത്തിഹിം,
അവർക്കുള്ള ബർക്കത്ത് ആർക്കും കിട്ടും? അവരെ സ്നേഹിക്കുന്ന ആളുകൾക്കും. മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ ഔലിയാക്കളെ, ഇഷ്ടദാസന്മാരെ അവരെ ഇഷ്ടം വെച്ചാൽ അവരെ ബർക്കത്ത് ആർക്കും കിട്ടും? ഈ സ്നേഹിച്ചവനക്കും കിട്ടും. കൽബുൻ അഹബ അഹ്ല ഫദ്ലിൻ, ഇവിടെ ഒരു നായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാകുന്ന അസ്ഹാബുൽ കഹ്ഫിനെ ഇവിടെ സ്നേഹിച്ചു, പിന്നാണ് കൂടി. അതുകൊണ്ട് സ്വഹീബവും അവരെ സഹവസിച്ചപ്പോ ഫദക്കറഹുല്ലാഹു ഫീ മുഹക്കമി തൻസീലിഹി, അള്ളാഹു അവന്റെ വിശുദ്ധമായ ഖുർആനിൽ എന്ത് ചെയ്തു? ആ നായെ ശരിക്കും പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഈ അസ്ഹാബുൽ മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ആ നായനെ പോലും എന്ത് ചെയ്തു? അള്ളാഹു അവിടെ ഖുർആനിൽ പരാമർശിച്ചെന്ന് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യാണ്? അത് എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുകയാണ്, കാലാകാലം ഓതിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ നായന്റെ മാത്രം തന്നെയല്ലേ. എന്നിട്ട് പറഞ്ഞു ഇൻകാന ബഅദുൽ കിലാബി ഖദ് നാല ഹാദിഹി ദറജത്തുൽ ഉലിയാ ബിസുഹബത്തിഹി വമുഖാറദതിഹി സുലഹാ വൽ ഔലിയാ. ഒരു ജസ്റ്റ് ഒരു നായ, ബഅദുൽ കിലാബ് കേവലം ഒരു നായ മഹാന്മാരാകുന്ന അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളോടും ഔലിയാക്കളോടും സഹവസിച്ചപ്പോ ഹത്താ അഖ്ബറ അല്ലാഹു തആല ബിദാലിക ഫീ കിതാബിഹി, അള്ളാഹുവിന്റെ കിതാബിൽ ആ നായെ കുറിച്ച് പരാമർശിച്ചല്ലോ. അങ്ങനെ പരാമർശിച്ചപ്പോ എന്താണ്? അള്ളാഹുവിന്റെ ഔലിയാക്കളോടും സാലിഹ്യങ്ങളോടും സ്നേഹം വെക്കുകയും അവരുമായി സഹവസിക്കുകയും ചെയ്യുന്ന മുഅ്മിനീങ്ങളുടെ അവസ്ഥയെ കുറിച്ച് നീ എന്താണ് ചിന്തിക്കുന്നത്? ഒരു നായ്ക്ക് പോലും വലിയ സ്ഥാനം അല്ലാഹു കൊടുക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ മഹാന്മാരാകുന്ന ഔലിയാക്കളെയും സ്വാലിഹ്യങ്ങളെയൊക്കെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് എത്ര സ്ഥാനം ഉണ്ടാകും എന്ന്. ഇത് ഞാൻ പറഞ്ഞല്ല, നീ അങ്ങനെ മനസ്സിലാക്കണ്ട. ഇബ്നു അത്തിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീൽ ഉദ്ധരിച്ച ഭാഗമാണ് ഇത്. കേവലം ഒരു നായ്ക്ക് എന്ത് ചെയ്തു? അള്ളാഹ് ബഹുമാനം കൊടുത്തത് എന്തുകൊണ്ടാണ്? സ്വാലിഹ്യങ്ങളോട് സഹവസിച്ചുകൊണ്ടാണ്. അപ്പോ മുഅ്മിനീങ്ങളായ നമ്മള്, മുഅ്മിനീങ്ങളായ നമ്മള് മഹാന്മാരുമായി സഹവസിക്കുമ്പോ മുഗല്ലദായ നജസായ നായ്ക്ക് പോലും അള്ളാഹ് മഹത്വം കൊടുത്തെങ്കിൽ മുഅ്മിനീങ്ങളായ നമുക്ക് എത്ര മഹത്വം അതിലുണ്ടാകും എന്ന് മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് പറഞ്ഞു ബൽ ഫീ ഹാദാ, ഈ പറഞ്ഞതിലുണ്ട് തസ്രിയത്തും ഉൻസുലിൽ മുഅ്മിനീന മുഖസ്സിനാൻ ദർജാത്തുൽ കമാലി അൽ മുഹിബ്ബീന ലിന്നബിയ്യി വഅലി ഖൈർ ആൽ, മുത്തുനബിയെ സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങൾക്ക് അതിൽ വലിയ സന്തോഷവും വലിയ ഒരു മനസ്സിന് സംതൃപ്തിയും ഈ പറഞ്ഞതിലുണ്ട് എന്ന്. അല്ലെ, അള്ളാഹ് മഹാന്മാരാകുന്ന അസ്ഹാബുൽ കഹ്ഫ് അള്ളാഹിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളുകളാണ്. അല്ലെ, അള്ളാഹിന്റെ ഔലിയാക്കപ്പെട്ട അസ്ഹാബുൽ കഹ്ഫിനെ സ്നേഹിച്ച നായ്ക്ക് പോലും വലിയ മഹത്വം കിട്ടി. അപ്പൊ മുഅ്മിനീങ്ങളായ നമ്മള് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഉന്നതനായ ഹബീബായ മുത്തുനബിയെ ഇഷ്ടപ്പെടുമ്പോ നമുക്ക് എത്ര മഹത്വം ഉണ്ടാകും എന്നാ പറയണത്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കണം. അങ്ങനെ അതിന്റെ കാര്യത്തിന്റെ കിടപ്പ് അതെന്ത് ചെയ്യണം? അതാണ് ഈ ആയത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത് എന്ന്. ഇൻഷാ അല്ലാഹ് ഇനിയും പറയാണ്ട്. ഈ നായനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. സമയം കഴിഞ്ഞു, പറഞ്ഞാൽ തീരൂല. നായ വെറും നായല്ല. ഇനി സാധാ നായ്ക്കളാണെങ്കിലും ആ നായ്ക്കളിൽ നിന്ന് മനുഷ്യർക്ക് ചില കാര്യങ്ങൾ എന്ത് ചെയ്യാണ്ട്, 10 സ്വഭാവങ്ങൾ നായന്റെ സ്വഭാവം മനുഷ്യന് പഠിക്കാണ്ട് എന്നാണ് ഇമാം യാഫഈ തങ്ങൾ എന്ത് ചെയ്യുന്നത് പഠിപ്പിച്ചു. ചിലപ്പോൾ പറഞ്ഞ എത്തൂല, അതുകൊണ്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനസ്സിലായോ? അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയട്ടെ. പിന്നെ ഈ മഹാന്മാരെ സ്നേഹിക്കാന്ന് പറഞ്ഞോടത്തെ, ഒരിക്കല് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല പറയാണ്, ബൈന അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാരിജൻ മിനൽ മസ്ജിദി, ഞാനും ഹബീബായ മുത്തുനബിയും പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് ഫലഖീന റജുലുൻ ഇൻദ സുദ്ദത്തിൽ മസ്ജിദി, പള്ളിയുടെ ഗേറ്റിങ് വെച്ചിട്ട് വാതിലൊക്കെ വെച്ചിട്ട് ഒരാൾ കണ്ടുമുട്ടി. ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ആരുടെ അടുത്തേക്ക്? എൻ്റെ അടുത്തേക്കും മുത്തുനബിന്. അനസ് ബിൻ മാലിക്കാ പറയണത്. ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് പറഞ്ഞത്? മത്ത സായത്തു നബിയെ, അന്ത്യനാൾ എപ്പോഴാണ്? ഖിയാമത്ത് നാൾ എപ്പോഴാണ് എന്നാ ചോദ്യം. എപ്പോഴാണ് ഖിയാമത്ത് നാൾ എന്ന്? അപ്പൊ റസൂൽ തിരിച്ചു ചോദിച്ചു, ആയതത്തലഹ, ഖിയാമത്ത് നാളിന് വേണ്ടിയിട്ട് എന്താ ഒരുക്കിച്ചിട്ടുള്ള? എന്താണ് ഇത് ചോദിക്കാനായിട്ടപ്പോ പോകാൻ റെഡി ആയിട്ട് കാണല്ലോ. അതിന് വേണ്ടിയിട്ട് എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് ചോദിച്ചു. അപ്പോ റജുലു ഇസ്തകാന, അയാൾ ഒന്നുകൊണ്ട് അടങ്ങി, ഒന്നുകൊണ്ട് പരിങ്ങി അടങ്ങി. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ അഅദത്തു ബിഹാ കസീറ സ്വലാത്തിൻ വലാ സിയാമൻ വലാ സുഖൻ, ഒരുപാട് നിസ്കാരമോ ഒരുപാട് നോമ്പോ ഒരുപാട് ദാനധർമ്മങ്ങളോ ഞാൻ ചെയ്തിട്ടില്ല, തീരെ ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെ മനസ്സിലാക്കണ്ട. ഞാൻ നിസ്കരിച്ചില്ല, നോമ്പ് ഇട്ടിട്ടില്ല എന്നല്ല. ഒരുപാട് ചെയ്യേണ്ടത് കഴിയേണ്ട പരമാവധി ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ വലാകിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാഹുവിനെയും
റസൂലിനെയും എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ റസൂൽ പറഞ്ഞു, ഫഅന്ത മഅമൻ അഹ്ബബ്ത, എന്നാൽ നീ ആര് സ്നേഹിച്ചുവോ അവരോട് കൂടെയാണ് നാളെ സ്വർഗത്തിൽ. ആരോടാ പറയണത്? എപ്പോഴാ അന്ത്യനാളെ ചോദിച്ചാൽ ആരോടാ പറയണത്? നീ അപ്പൊ ഇയാള് പറഞ്ഞു, ഞാൻ ഒരുപാട് നിസ്കരിക്കാൻ പോയിട്ടില്ല, ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, എന്റെ കഴിവിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട്, മറ്റുള്ള ആളെ അപേക്ഷിച്ച് നോക്കുമ്പോ എന്റെ കുറവാണ്. അപ്പൊ റസൂല പറഞ്ഞു, പക്ഷെ എന്റെ അടുത്ത് ഉള്ളത് ഇപ്പൊ എന്താണ്? അള്ളാഹിന്റെ റസൂലിന് എന്താണ്? വല്ലാത്ത ഇഷ്ടമാണ്. അപ്പൊ റസൂല പറഞ്ഞു, അന്തമാവൻ, നീ ആരെ സ്നേഹിച്ചുവോ അവരോട് കൂടെയാണ്. മമ്മൂട്ടിനെ സ്നേഹിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? മോഹൻലാലിനെ സ്നേഹിച്ചാൽ മോഹൻലാലിന്റെ കൂടെ പോകേണ്ടി വരും അല്ലെ? മെസ്സിനെ സ്നേഹിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? മെസ്സി അല്ലേ? അല്ലെ? മെസ്സി നെയ്മർ ഒക്കെ ഇപ്പോഴത്തെ താരങ്ങൾ പോലെയൊക്കെയാണല്ലോ പോകേണ്ടി വരും. പക്ഷെ റസൂലിനെ സ്നേഹിച്ചാലോ? മനസ്സിലായോ? അതാണ് അത്. വഫീ റിവായത്തിൻ ഖാല അനസ് ഇബ്നു മാലിക്, അപ്പൊ അനസ് പറയാണ്, ഫമാ ഫരിഹന ബഅദൽ ഇസ്ലാമി ഫറഹൻ അസദ്ദ മിൻ ഖൗലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിലേക്ക് വന്നിട്ട് മുത്തുനബിന്റെ ഈ വാക്കിനേക്കാൾ സന്തോഷകരമായ വേറൊന്നും ഞങ്ങൾക്ക് പിന്നെ ഉണ്ടായിട്ടില്ല. അത്ര സന്തോഷം ഉണ്ടായി ഞങ്ങൾക്ക്. ഇസ്ലാമിലേക്ക് വന്നിട്ട് വല്ലാത്ത സന്തോഷം ഉണ്ടായി റസൂലുള്ളാഹിന്റെ ഈ വാക്ക് കേട്ടിട്ട്. ഏത്? അന്തമാമൻ അഹ്ബബ്ത എന്നുള്ള വാക്ക് കേട്ടിട്ട്. ഫഖാല അനസ് ഫഅന ഉഹിബ്ബുല്ലാഹ്, അനസ് പറയാ, ഫഅന ഉഹിബ്ബുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നു, വറസൂലഹു, റസൂലിനെയും, വഅബൂബക്കറിൻ, അബൂബക്കറിനെയും, ഉമറിനെയും എന്ത് ചെയ്യുന്നു? ഞാൻ സ്നേഹിക്കുന്നു പറഞ്ഞു. ഫഅർജു അൻ അകൂന മഅഹും, അവരോട് കൂടെ ആകാൻ ഞാൻ താല്പര്യപ്പെടുന്നു. വഇല്ലം അഅമൽ ബിഅഅമാലിഹിം, അവർ ചെയ്യുന്ന അമല് പോലെ എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ആ സ്നേഹം കൊണ്ട് അവരോട് കൂടെ ആകണമെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്നു എന്ന് ആര്? സ്വഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അപ്പോ മഹാന്മാരെ സ്നേഹിച്ചാൽ എന്തുണ്ട്? അതിന് ഗുണമുണ്ട്, വെറുതല്ല. മനസ്സിലായോ? ഞാൻ എൻ്റെ കെട്ടികളും പെണ്ണുങ്ങളും കുട്ടികളൊന്നും മാത്രമല്ല, മഹാന്മാരെന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. അതിനെന്തുണ്ട്? ഗുണമുണ്ട് എന്നാണ് എന്ന ആയത്തിലൂടെ മഹാന്മാരെ മുഫസ്സിറുകൾ എന്ത് ചെയ്യുന്നത്? എന്നെ പഠിപ്പിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നായ അത്ര വലിയ മോശമുള്ള ജീവി ഒന്നല്ല എന്നുള്ള കാര്യം കുറിച്ച് പറയാണ്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ ഒരു സ്വാലിഹാമരായി നമ്മൾ സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد അർഹമർ റഹീമീനായ രാജാധിരാജനായ അല്ലാഹ്, നിങ്ങൾ പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹാമരായി നീ സ്വീകരിക്കണേ റഹ്മാൻ. ഇന്ന് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, നീ കബൂലാക്കണേ റഹ്മാനെ. നിങ്ങളുടെ ഖൽബിനെ നീ നന്നാക്കി തരണേ റബ്ബേ, ഈമാനിനെ നീ ഖുവ്വത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഇഷ്ടദാസന്മാർ ഞങ്ങളെ ചേർക്കണേ റബ്ബേ. നിന്റെ മഹാന്മാരാകുന്ന നിന്റെ ഔലിയാക്കളെ, നിന്റെ മഹത്തുക്കളായ ആളുകളെ സ്നേഹിക്കാനും അവരോടൊപ്പം ചേരാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. അല്ലാഹു, ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ റഹ്മാനെ, സദുദ്ദേശങ്ങൾ നിറവേറ്റണേ റഹ്മാനെ. രോഗികൾക്ക് ശിഫാവും സലാമത്തും നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പ്രിയപ്പെട്ടവർ ഞങ്ങൾ പലരും മരണപ്പെട്ടു പോയി. ഈ അടുത്ത് മരണപ്പെട്ട അഷ്റഫ് കുഞ്ഞു മുഹമ്മദ് തുടങ്ങി പലരും, അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ റഹ്മാൻ. പ്രിയപ്പെട്ട ആലിക്കുട്ടി സനദർജ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. കുറച്ച് ദീനീ സേവനങ്ങൾ കബൂലാക്കണേ റഹ്മാനെ. അല്ലാഹ്, ഈ മജ്‌ലിസിലേക്ക് സഹായിക്കുന്ന എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ചായം പലഹാരം ഇന്ന് നൽകിയ ആള് നീ സ്വീകരിക്കണേ റഹ്മാനെ. അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ നിന്ന് ഖൈറും ബറക്കത്തും നൽകണേ റബ്ബേ. ഇതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ. ഈമാൻ കാമിലാക്കണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഹബീബായ മുത്ത നബിയോടൊപ്പം ജന്നാത്തിൽ ഞങ്ങളെ നിർമ്മിച്ചു കൂട്ടിത്തരണേ റബ്ബേ. മുസ്ലിങ്ങൾക്ക് ഇസ്സത്ത് നൽകണേ റബ്ബേ. ഇസ്ലാമിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തണേ റബ്ബേ. ശരീരങ്ങൾക്ക് നീ ആഫിയത്തും ആരോഗ്യവും നൽകണേ റബ്ബേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم.
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി.